السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاسألوا أهل الذكر إن كنتم لا تعلمون. صدق الله العظيم. بسم الله الرحمن الرحيم. ولنهدينكم سبلنا. صدق الله مولانا العظيم. ബഹുമാനമുള്ള ഫിഖ് മസ്അല ഗ്രൂപ്പിലെ എൻ്റെ വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ഡെസ്കിൽ വന്ന രണ്ട് സംശയങ്ങൾ. ഒന്ന്, മദ്ഹബിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം എന്ന നിലക്ക് വന്നു. 2, 73 പാർട്ടി എന്നതിനെ കുറിച്ച്. രണ്ടും പറയേണ്ടതും അറിയേണ്ടതും തന്നെ എന്നതിൽ രണ്ടഭിപ്രായം ഇല്ല. എന്നാലും ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടതുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ചില വാദഗതികൾ ഉള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഭാഷണ രീതികളും ഒക്കെയുള്ള ഒരു സന്ദർഭത്തിൽ ഞാനൊന്ന് ആലോചിച്ചതാണ് അത് എങ്ങനെ പറയേണ്ടത് എന്ന്. കാരണം ഇസ്ലാമിൽ തഅസ്സുബില്ല, പക്ഷപാതിത്വമില്ല, എല്ലാം വളരെ വ്യക്തമായി പറയേണ്ടതാണ് എന്നത് തന്നെ നമ്മൾ മുഖവിലക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ആദ്യ പാർട്ടായ മദ്ഹബിനെ കുറിച്ച് ഞാൻ കുറച്ചു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. പക്ഷെ ആരുടെയും കൈവശം ഇല്ല എന്നറിഞ്ഞതിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊന്ന് പ്രതിപാദിക്കാം എന്ന് തന്നെ കരുതി. അപ്പോ ഈ മദ്ഹബുകൾ വേണോ വേണ്ടേ എന്നും ഒക്കെ പറഞ്ഞ് 2 മദ്ഹബിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാം അള്ളാഹുലേക്കല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചുറ്റുപാടോ അല്ലെങ്കിൽ ഒരു രീതിയോ അല്ലെങ്കിൽ ഒരു യുക്തിയോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം എന്നത് സ്വാഭാവികമാണ്. വാസ്തവത്തില് ഈ മദ്ഹബ് അംഗീകരിക്കാതെ ഉള്ള ഒരു മുന്നോട്ട് പോക്ക് ഒരിക്കലും അനുചിതമാവുകയില്ല എന്ന സത്യം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ആർക്കും അറിയാതിരിക്കില്ല. അത് അങ്ങനെയാണ് അതിന്റെ ശൈലിയും, അങ്ങനെയാണ് അതിന്റെ രീതിയും, അങ്ങനെയാണ് അതിന്റെ വരവും എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സൂറത്തുൻ നഹ്ലിലെ ഒരു ആയത്താണല്ലോ നാം ഇപ്പോൾ കേട്ടത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്നാണ്. അറിയുന്നവരും അറിയാത്തവരും സമമാണോ എന്നുള്ള ചില ചോദ്യ രീതിയിലുള്ള ആയത്തുകൾ മറ്റു ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു രീതിയെ ആണ് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു, നിങ്ങൾ ചോദിച്ചറിയുക, അഹ്ല ദിക്രി, ദിക്റിന്റെ അഹ്ലുകാരോട്, ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്നാണ്. അപ്പൊ ചോദിച്ചറിയണം എന്നും അത് അംഗീകരിക്കണമെന്നും അതനുസരിച്ച് പ്രാവർത്തികമായി നമ്മൾ മുന്നോട്ട് പോകണമെന്നും നമ്മുടെ പ്രായോഗിക മണ്ഡലങ്ങളിൽ മുഴുവനും അത് വേണമെന്നുമുള്ള ഒരു നിർദ്ദേശവും ഒരു അമ്രുമാണുള്ളത്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണത്. ഫസ്അലു, നിങ്ങൾ ചോദിക്കുകയും എന്നാണ്. അതൊരു അമ്രാണ്, ഒരു കൽപ്പനയാണ്. ആ കൽപ്പനയ്ക്ക് ശേഷം വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ജംഅ് പോലുള്ള ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി പഠിക്കാൻ സാധിക്കും. ഈ നിലക്കുള്ള അമ്ര വരുന്നത് അത് നിർബന്ധത്തിനാണ്, വുജൂബിനാണ് എന്ന്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ ആരായിരിക്കണം, അറിയാത്ത ചോദിച്ചറിയണം എന്നുള്ളത്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ചോദിച്ചറിയലും ഒരു അന്വേഷണത്തിനെ കുറിച്ചും ആയിരിക്കുമോ ഇത് എന്ന് ഒരു എളിയ ബുദ്ധിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊരു വഴിയിലൂടെ പോകുമ്പോൾ ഇതിലാണ് പോയാൽ അങ്ങോട്ട് എത്തുമോ അതല്ല ഇങ്ങോട്ട് എത്തുമോ എന്ന് അന്വേഷിക്കണമെന്ന് അതും ഒരു ചോദ്യമാണല്ലോ. പക്ഷെ അത് വുജൂബാണോ അല്ലെങ്കിൽ സുന്നത്താണോ അല്ലെങ്കിൽ കറാഹത്താണോ എന്ന ചർച്ച വരുന്നതിന് മുമ്പ് ആ വിഷയത്തിലേക്കുള്ള ഒരു ചിന്ത നമ്മൾ വെക്കുമ്പോൾ അതും ഇതും തമ്മിൽ എത്രയോ അന്തരമില്ലേ. അപ്പൊ ആ ചോദിക്കുക എന്ന് പറഞ്ഞതിന്റെ അകത്ത് അമീഖായിരിക്കുന്ന ഒരു അർത്ഥവും ഒരു രീതിയും ഉണ്ട് എന്ന് വളരെ വേഗത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്അലു, നിങ്ങൾ ചോദിക്കുക എന്നാണ്. നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശത്തിൽ ഒരു അമ്രായതുകൊണ്ട് അവിടെ തന്നെ മനസ്സിലാക്കാനുണ്ട്. ഇനി ആരോട് ചോദിക്കണം, കണ്ടോ, അവിടെയാണ്. ഇപ്പൊ വഴിയേർന്നു പോകുന്നതാണെങ്കിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും.
കടയിലെ സാധനം ചോദിക്കണമെങ്കിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. അങ്ങനെ അല്ല പറഞ്ഞതും. അഖ്ല ദിഖർ, ദിഖറിന്റെ അഖലുകാരോട് എന്നാണ്. വളരെ അമീഖായ ആയുള്ള ഗഹനമായി മനസ്സിലാക്കണമെന്നൊരു അർത്ഥം ഈ ദിഖർ എന്ന പദത്തിലുണ്ട്. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ ദിഖറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാണ് ദിഖരി. അഖിമിസ്വല, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം. നിങ്ങൾ സ്വന്തമല്ല, കുടുംബവും ബന്ധവും അയൽവാസിയും രാജ്യവും രാഷ്ട്രവും മൊത്തം നിങ്ങൾ നിസ്കരിക്കണം. എന്തിനു വേണ്ടി? വാക്കിമിസ്വലാത്ത് ലിദിഖിരി, ലിദിഖിരി, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി എന്നാണ് അവിടെ പറഞ്ഞത്. വളരെ ചിന്തിക്കണം. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന സത്യം ഒരുത്തൻ ഈ ലോകത്ത് ജീവിച്ചാൽ അവന് വുജൂബാണ്. അപ്പൊ അത് നിർത്താനും വേണ്ടിയിട്ടാണ് നിസ്കാരം നിർത്താൻ വേണ്ടി പറഞ്ഞത് എന്ന് ആ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ദിഖറുடைய ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികൾ, ആളുകൾ, മഹാന്മാർ എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും പല അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ കഴിവുറ്റതായ, ശക്തിയുള്ള, കഴിവുള്ള, അൽമയായ, ബുദ്ധിയുള്ള, അതായത് അങ്ങേയറ്റത്തെ ബുദ്ധിയുള്ള, മെമ്മറി പവറുള്ള ആളുകളെ കുറിച്ചാണ് ആ പറയുന്നത് എന്ന് അഹ്ലി എന്ന പദം കൂട്ടി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തഫ്സീറുകളിലൊക്കെ വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ അഹ്ല ദിക്ർ, ദിക്റിന്റെ അഹ്ലുകാരോട് നിങ്ങൾ ചോദിക്കുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണ്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്നാണ്. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ ഇവിടെ ഉത്ഭവം വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ആയത്ത് കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുമ്പോൾ ഇത് അള്ളാഹു തന്നെ തീരുമാനമെടുത്തതാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അപ്പൊ പിന്നെ രണ്ട് മദ്ഹബിൽ നിന്നുകൊണ്ട് പിന്നെ ഇതൊക്കെ അള്ളാഹിലേക്കല്ലേ എന്നുള്ള സംശയത്തിന് മറുപടി നമ്മൾ കിട്ടുകയും ചെയ്തു. അപ്പൊ ഖുർആനാണ് നമുക്കിത് പറഞ്ഞതെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ലനഹ്ദിയന്നകും സുബുലന. സുബുലി എന്ന് പറഞ്ഞത് ബഹുവചനമാണ്. അപ്പൊ നമ്മുടെ വഴികളിലേക്ക് എന്ന് പറഞ്ഞ് നമ്മളെ വഴികളിലേക്ക് നിങ്ങളെ നമ്മൾ സന്മാർഗമാക്കുന്ന, നമ്മൾ ചേർക്കും നമ്മളെ വഴികളിലേക്ക് എന്നാണ്. അപ്പൊ ഉറപ്പായിട്ട് മനസ്സിലായല്ലോ. വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅ എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ വഅ്തസിമു ബിഹബിൽ, അള്ളാഹുവിന്റെ കയറ് കൊണ്ട് മുറുകെ പിടിക്കുക. അത് തൗഹീദാണ്. അത് തൗഹീദാണ്. അപ്പൊ ആ തൗഹീദ് പറഞ്ഞ അതേ ഖുർആൻ തന്നെയാണ് പറയുന്നത് ലനഹ്ദിയന്നഹും സുബുലന എന്ന്. അപ്പൊ സുബുലന എന്ന് പറഞ്ഞ വാക്ക് പിന്നെ വഴികളിലേക്ക് എന്നാണ്. അപ്പൊ വഴികൾ എന്ന് പറയുമ്പോൾ പല വഴികൾ ഏതാണ്? അപ്പൊ ഒരു വഴിയാണല്ലോ ഏത്? വഅ്തസിമു ബില്ലാഹി ജമീഅ, അത് അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്, അത് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതാണ്. അല്ലാഹു അഹദ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതാണ്. അപ്പൊ അതിന്റെ പല വഴികൾ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേ തന്നെ ഫുറൂഇയ്യാത്തിലേക്കുള്ള സൂചനയാണ്, നമ്മുടെ ഫിഖഹിലേക്കും ശാഖാപരമായ വിഷയങ്ങളിലേക്കുമാണ്. അതിൽ പല വഴികളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ വഴികളിലൊക്കെ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾ വിജയത്തിലേക്കുമാണ്, നിങ്ങൾ സ്വർഗത്തിലേക്കുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്പർ 1 ആയിട്ട്, ഫസ്റ്റ് ആയിട്ട്, ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയം, ഈ ഒരു തഖ്ലീദ്, മുഖല്ലിദായി ജീവിക്കുക എന്നതിലേക്ക് പ്രേരണ നൽകുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനാണ്. അതിന്റെ ആയത്താണ് ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ലനഹ്ദിയന്നഹും സുബുലന എന്ന്. ഇനി ഒന്ന് തിരിച്ചു പറഞ്ഞാൽ ഞാൻ ചെറിയ 1-2 ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ പറഞ്ഞ മദ്ഹബിന്റെ ഇമാമുകൾ മൊത്തത്തിലും എല്ലാവരും സ്വർഗത്തിലേക്കാണ്. എല്ലാ ആശയവും സ്വർഗത്തിലേക്കാണ്. അതിന് നമുക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്ത് വന്നപ്പോ ഖുർആൻ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ പിന്നെ സംശയങ്ങൾ ഒരുപാട് നമുക്ക് നീങ്ങിപ്പോയി. അപ്പൊ വേണമെന്നതിൽ യാതൊരു സംശയമില്ല എന്ന് മനസ്സിലായി. ഇല്ലാതെ കഴിയുകയുമില്ല. ഇനി ഈ ഖുർആൻ തന്നെയാണല്ലോ, ഒന്നുകൂടി മനസ്സിലാക്കാം. ഈ ഖുർആൻ ഇങ്ങനെ അപേക്ഷിക്കുന്നു എന്നതോടൊപ്പം, നമ്മുടെ ആജ്ഞാപിക്കുന്നു എന്നതോടൊപ്പം, നമ്മുടെ കൽപ്പിക്കുന്നു എന്നതോടൊപ്പം പരിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാക്കിയെടുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്നൊരു ചുറ്റുപാട് ആർക്കാണുള്ളത്? കാരണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ 2ാമത്തെ തൂണായ നിസ്കാരം 5 ഈ 5 എന്നുള്ള പദം വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി പരിശുദ്ധ ഖുർആനിൽ എവിടെയുള്ളത്? ഇല്ല. അപ്പൊ ആര് പറഞ്ഞു തന്നു? അവിടെയാണ് അതിന്റെ ചർച്ച വരുന്നത്. എവിടെയുമില്ല. നമ്മോട് പറഞ്ഞത് സുലഫ മിനൽ ലൈലി എന്നാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ആ പറഞ്ഞ പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. എന്നല്ലാതെ അവിടെ ഹംസ് സലവാത്തിൻ, അതായത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് ഹംസ് സലവാത്തിൻ എന്ന് പറഞ്ഞ ഒരായത്തുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇത് എങ്ങനെ കിട്ടി? അതാണ് അവിടെയൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ഇനി നമ്മളെല്ലാവരും മയ്യത്ത് നിസ്കരിക്കാറുണ്ട്. മയ്യത്ത് നിസ്കാരം തന്നെ പരിശുദ്ധ ഖുർആനിൽ എവിടെ നമ്മൾ ആയത്തുള്ളത്? എന്നാ ഉണ്ട്.
പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. പക്ഷെ അതിൽ നിന്നും എടുത്ത് കാണിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ച് തരണമെങ്കിൽ അതിന് കഴിവുറ്റ ആളുകൾ വേണം. ആ കഴിവുറ്റ ആളുകളോട് ചോദിക്കാനാണ് പറഞ്ഞത്. അതാണ് എന്ന ആയത്തിന്റെ താല്പര്യവും അതാണ്. അപ്പൊ ആ വഴിയിലൂടെ നമ്മൾ പോകണം. അപ്പൊ അങ്ങനെ നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാരാണ്. അത് മുഖല്ലിദീങ്ങളായിട്ട് നമ്മൾ പോവേണ്ടതുണ്ട്, അവരെ പിൻപറ്റേണ്ടതുണ്ട്. അത് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനവുമാണ്. പിന്നെ എവിടെയല്ല, നമ്മുടെ വിശ്വാസത്തിലല്ല. അവിടെ രണ്ടഭിപ്രായം എവിടെയും വന്നിട്ടില്ല, അതിന് പല ആളുകളും വന്നിട്ടില്ല. അതാണ് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിയ. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരു ചരടിന് മേൽ ജീവിക്കുന്നവരാണ്. നമ്മൾക്ക് ഗുണത്തിന് വേണ്ടി, റഹ്മത്തിന് വേണ്ടിയാണ് ഈ വിഷയം വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്. രണ്ട്, അതിനെ ഒരു ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ പല മദ്ഹബുകളും വന്നിട്ടുണ്ട്. ഇപ്പൊ 4 മദ്ഹബാണല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. അതിനെക്കുറിച്ച് അങ്ങനെയും സംസാരിക്കാം. അപ്പോ ഈ 4 മദ്ഹബ് എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ 4 മക്കളുണ്ട്. ഉപ്പാക്കോ ഉമ്മാക്കോ അസുഖമായി. അപ്പൊ ഉമ്മാക്ക് നല്ല പനിയാ. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, പനിയെ ശമിപ്പിക്കാൻ തണുത്ത വെള്ളം കൊടുക്കലാ നല്ലത്. ആ കുട്ടി പറഞ്ഞത് തണുത്ത വെള്ളം എന്നാണ്. മറ്റേ കുട്ടി പറഞ്ഞു, ഈ പനിക്കണ സമയത്ത് തണുത്ത വെള്ളമോ, ഉമ്മാക്ക് കൊടുക്കേണ്ടത് എന്താണ്, ചൂടുവെള്ളമാണ്. അങ്ങനെ ഒരു കുട്ടി. മൂന്നാമത്തെ മോൻ പറഞ്ഞു, അല്ല, ഈ പനിക്കണ സമയത്ത് മറ്റു പലതും വരാനിടയുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഇളനീർ വെള്ളം കൊടുക്കാം. മൂന്നാമത്തെ കുട്ടി. നാലാമത്തെ കുട്ടി എന്ത് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതൊന്നും അല്ല നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഉമ്മാക്ക് കഞ്ഞിവെള്ളം കൊടുക്കുക, അത് ഉഷാറ് കിട്ടും. നോക്കൂ, ഈ 4 മക്കളും പറയുന്നത് ഉമ്മാനെ കൊടുക്കാനോ ചതിക്കാനോ അല്ല. എല്ലാവരും ഒരേ ചിന്തയാണ്, ഒരേ ആശയമാണ്, ഒരേ മനസ്സാണ്. അപ്പൊ ഈ 4ഉം ശരിയാണ്. അത് ഓരോരുത്തരുടെ ഗവേഷണമാണെന്നേ ഉള്ളൂ. മനസ്സിലാവുണ്ടല്ലോ. അപ്പോ ഈ 4ഉം ശരിയാണ്, ഈ 4ഉം നേരിലേക്കാണ്. ഈ 4 ആളും ഉമ്മാനെ ചതിക്കാന്നുള്ള ഉദ്ദേശമില്ല. ഒന്ന്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ മറ്റു കിതാബുകൾ കാണാൻ സാധിക്കും. ഒരു മലമുകളിൽ ഒരു ഉറവിടം, ആ ഉറവിടത്തിൽ നിന്ന് 4 ആള് വന്നിട്ട് താഴേക്ക് വെള്ളം ഒലിപ്പിക്കുകയാണ്. അപ്പൊ ഒരാൾ എന്താക്കി, ഒരു മൂലയിൽ നിന്ന് അങ്ങനെ വെട്ടിക്കൊണ്ട് ഇതിലാണ് നല്ലത് കാരണം ഒരാൾ ഇങ്ങേ മൂലയിൽ നിന്ന് എടുത്തു, മറ്റൊരാള് ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇടഭാഗത്തേക്ക് എടുത്തു, മറ്റൊരാള് വലഭാഗത്തേക്ക് ഇങ്ങോട്ട് എടുത്തു. പക്ഷെ ഈ 4 വഴികൾ വരുന്നതിന്റെയും ഉറവിടം ഒന്നാണ്. അപ്പൊ മനസ്സിലാക്കണ്ടേ. എന്നതുപോലെ നമ്മൾ ഈ 4 മദ്ഹബുകൾ ലോകത്ത് കാണപ്പെടുന്നു എങ്കിൽ ഈ 4ഉം പോകുന്നതിന്റെ ഉറവിടം ഒന്നാണ്. ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടെന്നാണ്. അപ്പൊ ഒക്കെയും സ്വർഗത്തിലേക്കാണ്. ഒന്ന്. രണ്ടാമത്, ഇഖ്തിലാഫുൽ അഇമ്മ ഖൈറുൽ ഉമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്തിച്ചു നോക്കണം, എന്താ ഇതൊക്കെ പറയാൻ കാരണം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അംഗീകരിക്കാനും ജീവിതത്തിലൂടെ ഉടനീളം പകർത്താനും വേണ്ടിയിട്ടാണ്. ഇഖ്തിലാഫുൽ അഇമ്മ, ഇമാമാരുടെ അഭിപ്രായ വ്യത്യാസം, ഖൈറുൽ ഉമ്മ, അത് ഉമ്മത്തിന് ഖൈറാണ് എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഉമ്മത്തിനത് ഖൈറാണ്, അത് ഗുണമാണ്. അപ്പൊ ഗുണമേ അതിലുണ്ടാവുകയുള്ളൂ. നമുക്ക് തോന്നുകയാണ്, നമ്മൾ എളിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നിയതാണ് അവിടെ എന്തോ പ്രയാസം വന്നു. ഒരു പ്രശ്നവുമില്ല. അത് നേരെ ചൊവ്വ ചിന്തിച്ചാൽ അതുകൊണ്ട് ഗുണത്തിൽ ഏറെ ഗുണം എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിലേക്കാണ് അതിന്റെ വസ്തുതകൾ നീങ്ങുന്നത്. അപ്പൊ അതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇന്ന് നമുക്ക് മനസ്സിലായി ഇത് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്നുള്ള ഒരു ചെറിയ ഒരു ബോധം നമുക്ക് കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. നമ്മൾ ഇന്നലെ മദ്ഹബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തി. ഞാൻ പറഞ്ഞു അതിന്റെ ബാക്കി നമുക്ക് സംസാരിക്കാമെന്ന്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ നമുക്ക് പരിചയപ്പെടാം. വാസ്തവത്തില് മദ്ഹബുകളുടെ ഉത്ഭവം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു എന്നീ 4 മഹാന്മാരിലേക്ക് ചേർത്തുകൊണ്ടാണ് സാധാരണയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരിലേക്ക് ചേർത്തുകൊണ്ട് 4 മദ്ഹബുകൾ പരക്കെ പറഞ്ഞു വരുന്നുണ്ട് എന്നതും നമുക്കറിയാം. വാസ്തവത്തിൽ നമ്മൾ കേരളക്കരയിൽ ഉള്ളവര്, കേരളക്കാർക്ക് അറിയാം. നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മുടെ മലപ്പുറം ജില്ല, അതുപോലെ കണ്ണൂർ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പൊ ഷാഫി മദ്ഹബ്. അതേ സമയത്ത് ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോ മലപ്പുറം ജില്ലയുടെ ലാസ്റ്റാണ് ഞാൻ, പാലക്കാടിന്റെ ഒരു തുടക്കത്തിലാണ്. അപ്പൊ പാലക്കാട് ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞ പിന്നെ ഹനഫി മദ്ഹബാണ്.
അപ്പൊ വാസ്തവത്തിൽ കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ഷാഫിഈ മദ്ഹബ് ഉള്ളൂ എന്ന് നമുക്കറിയാം. അതേപോലെ ലോകത്ത് മൊത്താകെ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. നമ്മളിപ്പോ ഗൾഫിൽ വരികയാണെങ്കിൽ ഷാഫി മദ്ഹബ് വളരെ കുറവാണ്. അതേസമയത്ത് മലേഷ്യ, അവിടെ ഷാഫി മദ്ഹബാണ്. അതുപോലെ ലിബിയയിൽ ആദ്യകാലത്ത് ഷാഫി മദ്ഹബിന്റെ അനുയായികളാണെന്ന്, ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട് എന്ന് അറിയുന്നു. വിശദമായിട്ടുള്ള വിവരം അത്ര അറിയില്ല. അപ്പൊ അങ്ങനെയാണ് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോ ഈ 4-ൽ പെടാത്ത വേറെയും മദ്ഹബുകൾ ഉണ്ടല്ലോ, ഉണ്ട്. നമുക്ക് കിതാബുകൾ പരിശോധിച്ച് നോക്കിയാലും 100 ചില്ലാനം മദ്ഹബുകൾ ഉണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ പ്രാബല്യത്തിൽ നിലവിൽ വന്നത് ഈ 4 മദ്ഹബുകളായി എന്നതാണ്. അപ്പൊ അവിടെ ഒരു ചർച്ച ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു സ്വഹാബി, അസ്ഹാബി കൻ നുജൂം ബി ഇഖ്തദൈതും ഇഖ്തദൈതും എന്നാണ്, അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ നിന്ന് ആര് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ വഴിയിലാണ് എന്ന് ലോകഗുരു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ പഠിപ്പിച്ചത്. മനസ്സിലാക്കണം. അപ്പൊ ഹദീസിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ സഹാബത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകളിൽ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പൊ നാം അവിടെ എന്ത് ചെയ്യണം എന്നൊരു ചർച്ച അല്ലെങ്കിൽ എന്നൊരു ആശങ്ക വരൂലേ? അപ്പൊ ആ വരനെ ആണ് പരിശുദ്ധ ഖുർആൻ മുഖേന തന്നെ നമുക്ക് പറഞ്ഞു തന്നത്. വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനം ഈ മദ്ഹബുകൾ സ്വീകരിക്കാമെന്നാണ്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞത് എന്ത്? വളരെ ചിന്തിക്കുക. അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, അവരിന്ന് ആരോട് പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലായതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വശം മഹാനായ പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു രേഖയും ഒരു രീതിയും ഒരു തെരീക്കും ഉണ്ടെങ്കിൽ ആ സ്വഹാബിയെ പിൻപറ്റാം. അതൊരു മദ്ഹബാണ്. അങ്ങനെയാണ് അതിന്റെ സത്യം. അപ്പോ കാരണം സഹാബത്ത് മുഴുവനും മുജ്തഹിദീങ്ങളാണ്. അപ്പോ ഒരു പൊട്ടച്ചോദ്യം വരാറുണ്ട്, സഹാബത്ത് ഏത് മദ്ഹബായിരുന്നു? അത് അന്തം കുറഞ്ഞത് വരുന്ന ചോദ്യമാണ്. കാരണം പ്രവാചകനെ കണ്ടുപഠിച്ച സഹാബത്ത് മുഴുവനും ആരാണ്? മുജ്തഹിദീങ്ങളാണ്. അവർ കഴിവുറ്റവരാണ്. അവർക്ക് മദ്ഹബിൽ അവിടെ ആവശ്യം വരുന്നില്ല എന്നതാണ് അതിന്റെ സത്യം. അപ്പോ ആ പ്രവാചകനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് അവര് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ആ സഹാബത്തിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നമ്മൾ വിജയത്തിന്റെ വഴിയിലാണ് എന്ന് നമ്മളോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഏത് മദ്ഹബുകൾ ഈ പറഞ്ഞ രീതിയിൽ കുറെ വന്നിട്ടുണ്ട് എന്നതാണ്. പക്ഷെ അങ്ങനെ വന്നപ്പോഴും ഈ പറഞ്ഞ 4-ൽ എന്താണ് ഇത് ഒതുങ്ങി വന്നത് എന്നൊരു ചിന്ത അവിടെ വരുന്നതാണ്. അതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അങ്ങനെ ഈ 4 മദ്ഹബിൽ മാത്രം ആസ്പദിച്ചുകൊണ്ടുള്ള മുസ്ലിങ്ങൾ കർമ്മപരമായ കാര്യങ്ങൾ കൈയാളണമെന്ന് പറയുമ്പോൾ ചില സംശയങ്ങൾ നമുക്കുണ്ടാവും. 4-ന് പുറത്തുള്ള മദ്ഹബുകൾ എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് സ്വാഭാവികമായി നമുക്കൊരു സംശയം വരാനിടയുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ സംശയങ്ങൾക്ക് അവ ശരിയായ നിലയിൽ രേഖപ്പെടുത്തപ്പെട്ടവയല്ലാത്തതിനാൽ അവയെ പിന്തുടരുന്നത് ശരിയല്ലെന്ന് ആണ് ചില നമ്മുടെ ഇമാമുകൾ മറുപടി പറഞ്ഞതായും കാണാം. മനസ്സിലാക്കണം. അതായത് ആ കഴിഞ്ഞു പോയ ഈ പറയപ്പെട്ട മദ്ഹബുകളൊന്നും നേരാവണ്ണം ഒരു റെക്കോർഡിക്കലായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത് അതേക്കുറിച്ച് പറയുന്നത് അവരുടെ ആ പറഞ്ഞ മദ്ഹബിന്റെ ആളുകൾക്ക് അനുയായികൾ കുറഞ്ഞുപോയി. അങ്ങനെയാണല്ലോ. അപ്പൊ അനുയായികൾ കുറഞ്ഞതിന്റെ പേരിൽ അത് ഏതായി പ്രാബല്യത്തിൽ വന്നില്ല, അതിന് പ്രചാരം വന്നില്ല. അപ്പൊ അതങ്ങനെ നിന്നുപോയി. അങ്ങനെ ഓരോന്ന് ഇല്ലാതെയായി. പിന്നെ അവസാനം വന്നത് ഈ 4 മദ്ഹബുകളാണ്. അപ്പൊ ഈ 4 മദ്ഹബിൽ അത് ഒതുങ്ങി എന്നതാണ് അതിന്റെ സത്യം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം സിന്ധ് മുതൽ മൊറോക്കോ വരെ, ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന മുതൽ ആഫ്രിക്കയുടെ അങ്ങേ തല വരെ വ്യാപിച്ചു കിടന്നിരുന്ന മഹത്തായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്നു നമ്മുടെ മുസ്ലിങ്ങൾ എന്ന് നമുക്കറിയാലോ. ഈ മഹത്തായ സാമ്രാജ്യത്തിന്റെ നിലവിലുണ്ടായിരുന്നത് ഇസ്ലാമിക നിയമങ്ങളും ശരീഅത്തും മാത്രമായിരുന്നു. മറ്റ് യാതൊരുവിധ കലർപ്പും കൂടാതെ പരിശുദ്ധ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നിയമസംഹിത എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ദൈനംദിന സംഭവങ്ങളെ അക്കാലത്തെ ഭരണാധിപന്മാർ മനസ്സിലാക്കണം. ഓരോ ദിവസങ്ങളിലുണ്ടാകുന്ന സംഭവങ്ങള്, വിധികള്, വിലക്കുകള്, അതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ഭരണാധിപന്മാർ, ജഡ്ജിമാർ,
വിധി കൽപ്പിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ശരീഅത്ത് നിയമങ്ങൾക്കനുസരിച്ച് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഭരണകർത്താക്കൾക്കിടയിലെ മാറി വന്നിട്ടുണ്ടെങ്കിലും ശരീഅത്ത് നിയമങ്ങൾ ഒരിക്കലും തന്നെ മാറ്റാൻ അവർ ധൈര്യപ്പെട്ടിട്ടില്ല. മനസ്സിലാക്കണം നമ്മള്. അങ്ങനെ ഭരണാധികാരികൾ മാറി വന്നാലും ഈ നിയമം ആരും മാറ്റിയിട്ടില്ല. അവർ അങ്ങനെ വരുമ്പെടുന്ന പക്ഷം അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഒരു സത്യം മാത്രമാണ് അവിടെ ഉണ്ടായത്. അല്ലേ? നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ സുവർണ ലോകത്തെ ജഡ്ജിമാരുടെയും വിധികർത്താക്കളുടെയും തീർപ്പുകളും വിധികളും ഓരോ സംഭവത്തിൽ അവർ എടുത്തുദ്ധരിച്ച വിധി ന്യായങ്ങളും മനസ്സിലാക്കാതെ ഇസ്ലാമിനെ ആർക്കും ഗ്രഹിക്കാനും കഴിയില്ല. ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം. 4 പ്രസിദ്ധരായ ഇമാമുകൾ അവർ ശേഖരിച്ചതും രേഖപ്പെടുത്തിയതും ആ കാലത്തെ ഖാദിമാരുടെയും ഹാക്കിമുകളുടെയും നടപടിക്രമങ്ങളും വിധി ന്യായങ്ങളും വിധികളും ആണെന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ ഏത് പരിശോധിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഇത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നൊന്ന് മനസ്സിലാക്കണം, ഈ പുതിയ കാലത്ത് വരുന്ന ആളുകളിൽ ഉണ്ടാവുന്ന ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും ഈ മദ്ഹബ് ആകാൻ കഴിയും, അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ചില ധ്വനികൾ കേൾക്കാം. അത് വളരെ അപകടം പിടിച്ച ജഹാലത്തിൽ നിന്നുള്ള വിഡ്ഢിത്തരത്തിൽ നിന്നുണ്ടാവുന്ന വിഷയമാണ്. മനസ്സിലാക്കണം, 5 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ഒരാൾക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ പറ്റി അഭിപ്രായം പറയാമോ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചൊരു സമയമുണ്ടായി. അവർ അതിന് മൗനം ദീക്ഷിക്കാനുണ്ടായതെന്ന ഒന്നും പറഞ്ഞില്ല. കണ്ടോ, 5 ലക്ഷം ഹദീസ് കിട്ടുന്ന ആളാ. ഇന്ന് 5 ലക്ഷം ഹദീസ് പോയിട്ട് നമുക്ക് ഒരു 100 ഹദീസ് സനദമ മത്തനം കിട്ടുന്നവർ കേരളത്തിൽ അന്വേഷിച്ചാൽ കിട്ടുമോ? ആലോചിച്ച് നോക്കണം നമ്മള്, ഇതിന്റെ ഗൗരവം എവിടെയാണ് കിടക്കുന്നതെന്ന്. 5 ലക്ഷം ഹദീസ് സനദമ മത്തനം മനഃപ്പാടുള്ള ഒരാൾക്ക് മദ്ഹബ് സ്വീകരിക്കാതെ സ്വന്തമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന സംഭവം എന്ന് ചോദിക്കാൻ ആരോട്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട്. അപ്പൊ എന്താ പറഞ്ഞത്? മൂപ്പരൊന്നും മിണ്ടിയില്ല എന്നതിന്റെ അർത്ഥം പറ്റൂല എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിന് കൊടുത്തത്. അതേ സമയത്ത് 100 ഞാൻ പറഞ്ഞാണ്, 10 ഹദീസ് വരെ ശരിക്കും സനദംവ മത്തനൻ മനഃപ്പാടം കിട്ടുന്ന ആളുകളൊന്നും കുറവാ. ബുഖാരി ഓതി, മുസ്ലിം ഓതി, തിരുമതി ഓതി, ഇതൊക്കെ ഓതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു ഹദീസ്, അതായത് ഇപ്പോ ബുനിയൽ ഇസ്ലാമു അല ഖംസിൻ, ഇതൊരു ഹദീസാണ് ഉദാഹരണത്തിന്. ഈ ഹദീസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ ഇതിന്റെ സനദ് ഞാൻ പറഞ്ഞിട്ട് സനദില്ല, മത്തനാണ് ഇപ്പം പറഞ്ഞത്. അതിന്റെ സനദ് ഹദീസിന്റെ തരീഖാണ്. അനിബിൻ ഇബ്ബാസിൻ അനബി ഹുറൈറത്ത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ തരീഖുണ്ടല്ലോ, അത് മുഴുവനും മനഃപ്പാടമാക്കിയിട്ട് അത് പഠിച്ചിട്ട് അവരെ താരീഖ് പഠിച്ച് അവരാരാണെന്ന് പഠിച്ചിട്ട് ഈ ഹദീസ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കഴിയുന്ന 10 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള മഹാനായ ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഷാഫി മദ്ഹബായിരുന്നു. പിന്നെ ഞാൻ എന്താ നമുക്ക് പറയാനുള്ളത്? അപ്പോ അവര് മദ്ഹബ് സ്വീകരിച്ചു, പിന്നെ ഇവന് മദ്ഹബ് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ഇതിന് ബാക്കി പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? നമുക്കൊന്നേ പറയാനുള്ളൂ, ഫഅലുൽ ജാഹിലീൻ, പരിശുദ്ധ ഖുർആൻ. വൈദാ ഖാതബുഹുമുൽ ജാഹിലൂന ഖാലു സലാമ. നമ്മൾ മിണ്ടാതെ വഴിമാറി കൊടുക്കുക, അത്രയും വഴിയുള്ളൂ. അല്ലാതെ എന്താണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ വേണം എന്ന സത്യം തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിർബന്ധവാശിയോടെ പറയുന്ന ഒരു കാര്യം അല്ല എന്നും ഓർത്തിരിക്കണം. അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള വിഷയം. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചതിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വഅദബൻ കാമില. റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. മദ്ഹബ് സംബന്ധമായ ഒരു ചർച്ച നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും നടത്തി. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി കുറച്ച് കാര്യം കൂടി നമുക്ക് ഇന്ന് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതായത് ഈ 4 മദ്ഹബിന്റെ ഇമാമുകളാണ് പ്രാബല്യത്തിൽ വന്നത്. അതിനുള്ള കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്നാൽ ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ അവർ ഈ നിയമസംഹിത ഉണ്ടാക്കിയതിന്റെ പൊരുൾ എങ്ങനെ എന്ന് ചെറിയ ഒരു എത്തിനോട്ടം നമുക്ക് നടത്താം. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ മദീനയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് സാധ്യമായ എല്ലാം ശേഖരിക്കുകയുണ്ടായി.
അവർക്ക് സാധിക്കുന്ന എല്ലാ വസ്തുതകളും ഖുർആൻ ഹദീസ് എല്ലാ രേഖകളും അവർ ശേഖരിച്ചു. എന്നിട്ടോ തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാർ ചെയ്തിട്ടുള്ളവയും പ്രവർത്തിച്ചിട്ടുള്ളതുമായ വിധികളും അവരുടെ വിധിന്യായങ്ങളും അദ്ദേഹം വളരെ വ്യക്തമായി ശേഖരിച്ച് വെച്ചതായിട്ട് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഇറാഖിനെ കേന്ദ്രമാക്കിക്കൊണ്ട് അവിടെയുണ്ടായിരുന്ന സ്വഹാബത്തിന്റെയും അനുചരന്മാരുടെയും പ്രവർത്തനങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ശരിയാവണ്ണം ആരാഞ്ഞ് രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയും ചരിത്രങ്ങളിലൂടെയും അവരുടെ എല്ലാ പരിശോധനകളിലെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാര് ഇമാം മുഹമ്മദും ഇമാം അബൂ യൂസുഫും അവരെ ഈ കാര്യത്തിൽ വളരെയധികം സഹായിക്കുകയും ചെയ്തു. ഇതായിരുന്നു അവരുടെ അവസ്ഥ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആദ്യം മക്കയിൽ വെച്ചാണ്, പിന്നെ മദീനയിൽ വെച്ചും അതിനുശേഷം ബഗ്ദാദിൽ വെച്ചും അവസാനം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ വെച്ചും ഇത്തരം കാര്യങ്ങൾ കൂലങ്കഷമായി തന്നെ വളരെ ചിന്തിച്ച് ശേഖരിച്ച് അത് തിട്ടപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ നമുക്ക് കഴിയും. ഇങ്ങനെയാണ് ഇവരുടെ അവസ്ഥ. ഇമാമുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഇത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ സത്യാവസ്ഥ നമുക്ക് വെളിവാവും ചെയ്യും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുയെ തുടരുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥങ്ങൾ ഇതിന് നമുക്ക് തെളിവാണ്. കാരണം പരിശോധിച്ച് നോക്കിയാലും കാണാൻ കഴിയും. ഇത്ര നമുക്ക് പറഞ്ഞ് ചരിത്രപരമായ യാഥാർത്ഥ്യം മാത്രമാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും തന്നെ നിഷേധിക്കാൻ അവകാശമില്ലാത്തതുമാണ്. കാരണം ആ ചരിത്ര സത്യങ്ങളിലൂടെ നമുക്ക് പോയാൽ മതി. ഈ മഹാന്മാരായ ഇമാമുകൾ ചെയ്തു തീർത്ത ഈ പ്രവൃത്തികൾ ആസ്പദമാക്കാതെ കണ്ട് ഒരാൾക്കും തന്നെ ഇസ്ലാമിനെ പറ്റി ചിന്തിക്കാൻ പാടില്ലെന്ന് അവർക്ക് ശേഷമുള്ള ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുകയുണ്ടായി. അതിന് കാരണമുണ്ട്. കാരണം ആ രീതിയിലല്ലാതെ ഖുർആൻ ഹദീസിന്റെ പിൻബലത്തിലാണ് എന്ന് പറഞ്ഞു മണ്ടാൻ ആർക്കൊന്നും കഴിയില്ല. അതിന്റെ ശക്തരായ എല്ലാ പാഠവും ഇവരിൽ ഒത്തിണങ്ങിയിട്ടുണ്ട് എന്ന് അതിനുശേഷം വന്ന നല്ല നല്ല മലപോലത്തെ ഇമാമികൾ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടും ഉണ്ട്. അങ്ങനെ രേഖപ്പെടുത്തൽ ന്യായയുക്തമാവുമാണ് എന്നും അവരെ നമുക്ക് വ്യക്തമാക്കി തന്നു. ഇതാണ് 4 മദ്ഹബുകളുടെ യഥാർത്ഥ നില എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മഹാന്മാരായ ഇമാമുകൾ കൈക്കൊണ്ട നിലപാടിനെ ചോദ്യം ചെയ്യാൻ ബുദ്ധിയുള്ളവരാരും മുതിർന്നു വരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ഒരു വിഷയം കൊണ്ട് തന്നെ. എന്ന് നിഷ്പക്ഷ ബുദ്ധി സമ്മതിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യവസ്ഥയിലാണ് ഇവർ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് ഇമാം ഈ പറഞ്ഞ സംഭവങ്ങൾ ഇവരെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു, അതിനുള്ള ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാൽ ഇത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നോ എന്ന് ചിലപ്പോൾ ഒരു സംശയം നമുക്കുണ്ടായേക്കാം. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അതുമായിട്ട് സംസാരിക്കാം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇതിങ്ങനെ വ്യക്തമായി വന്നിട്ടുണ്ടായിരുന്നു മദ്ഹബ്, 2 അഭിപ്രായങ്ങളൊക്കെ വന്നോ, എന്നിട്ട് പ്രവാചകന്റെ രീതി എന്തായി, പ്രവാചകൻ അതിന് കൊടുത്ത മറുപടി എന്തായിരുന്നു, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. എന്ന് കുറച്ച് പറഞ്ഞ് നമ്മൾ ബാക്കി നാളെ പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതും അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രോഡീകരിച്ച് വെക്കുന്നതായിരിക്കും ഉത്തമം. എന്നാൽ നമുക്ക് ഒരു തർത്തീബായിട്ട് കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അതിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. നാം പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ സൽക്കർമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതനുസരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അമലുകളും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഗുരുവന്മാർക്കും മാതാപിതാക്കളും അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ആയുരാരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവരുടെ ഖബറിനെ അള്ളാഹു മഗ്ഫിറത്ത് കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുമായിട്ട് സ്വർഗ്ഗലോകത്ത് സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫ് അതുപോലെ കഅബ ഷരീഫ് പോയി ഹജ്ജ് ചെയ്യാനും സിയാറത്തിനും ഒക്കെ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചെയ്തവർക്ക് വീണ്ടും ചെയ്യാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين. اللهم أنجنا وانجي أحالنا من كيد الشيطان عند سكرات الموت يا أرحم الراحمين. اللهم وفقنا للتعلم والتعليم والتدريس والتحفيظ والتحقيق ومطالعة الكتاب يا أرحم الراحمين.
അതെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മദ്ഹബുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചർച്ചകൾ നടത്തി. അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ലേശം കാര്യങ്ങളും കൂടി അതിൽ മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കാം. ഇതോടൊപ്പം ഉണർത്താനുള്ളത്, ആ പറഞ്ഞത് എല്ലാം ഒരു ക്ലിപ്പായിട്ട് ശേഖരിച്ചു വെക്കണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം അത് നമുക്ക് ഉപകരിക്കുന്നതാണല്ലോ. അപ്പോ ഇനി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാവരുടെ മനസ്സിലും കെട്ടിക്കിടക്കുന്ന, അതല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ ഇണ്ടലുണ്ടാക്കുന്ന, പലപ്പോഴും നമ്മളെ ആശങ്കയിലാക്കുന്ന ചില വിഷയമായത് കൊണ്ട് അത് സൂക്ഷിച്ചു വെക്കണം എന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ നമ്മൾ ഈ പറയുന്ന ചോദ്യോത്തര സംശയങ്ങളും എല്ലാം ക്രോഡീകരിച്ചു വെക്കാനുള്ള ശ്രമം നടത്തുക. കാരണം അതൊക്കെ ബാക്കപ്പായിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും അത് ഒന്ന് ശ്രദ്ധിക്കുക. പലവരും ഉള്ളത് കൊണ്ട് നമുക്കതിന് കഴിയുമല്ലോ. ഒന്ന്. രണ്ടാമത്, നമ്മളുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് നമ്മുടെ ഒരു ചേഞ്ച്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ അതിനേക്കാണ് ഇപ്പൊ നമ്മുടെ ചവിട്ടുപടി വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചിട്ട, ഒരു മാറ്റം, ഒരു മുന്നോട്ടുള്ള ഗമനം ഇതായിരിക്കണം. സൂറത്ത് ആൽ ഇമ്രാനിൽ കാണുന്ന ഒരു ആയത്ത് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നതാ. അപ്പൊ സാരിഉ, നിങ്ങൾ ഉളരി നടക്കുക ഇലാ മഗ്ഫിറത്തിൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് എന്ന്. അള്ളാഹുവിന്റെ ആ അടുക്കൽ നിന്ന് കിട്ടുന്ന ആ മഗ്ഫിറത്ത്, ആ ഒരു ഉന്നതമായ സ്ഥാനം, ആ ഉന്നതമായ പദവി, ആ ഉന്നതമായ ആ ഒരു രംഗം നമ്മൾ കൈവരിക്കാൻ വേണ്ടി മുന്നോട്ട് ഉളരി നടക്കുക എന്നാണ്. ജന്നത്തുൻ അർളുഹു സമാവാതു വൽ അർദ്, അള്ളാഹുവിന്റെ സ്വർഗവും നമുക്ക് കിട്ടേണ്ടതുണ്ടല്ലോ. അർളുഹു സമാവാത്ത്, ആകാശഭൂമിയുടെ വിശാലമാണ് അതിനെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കാണ് ഇത് ഒരുക്കി വെച്ചിട്ടുള്ളത്. മുത്തഖി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തിനെ ഇനിയും കൂടുതൽ നന്നാക്കി ഓരോ വയസ്സും ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡും പിന്നിടുമ്പോൾ നമ്മൾ മുന്നോട്ടാണ് ഗമിക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മറ്റുള്ള ഭൗതികമായ രംഗങ്ങളിൽ ചെയ്യുന്നതിന്റെ അപ്പുറത്ത് നമ്മുടെ ഇബാദത്തിനെ ഒന്ന് പരിവർത്തനം, ഒന്ന് ഉഷാറാക്കുക, ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോ ഇതിപ്പോ പരിശുദ്ധ റമദാൻ അടുത്തു വരികയാണ്. ഇപ്പൊ ഈ വരുന്ന റജബ്, ഷഅബാൻ മാസങ്ങളൊക്കെ റമദാനിന്റെ പവിത്രതയിൽ നിൽക്കുന്നതാണ് എന്ന ഓർമ്മയൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടെ നമ്മുടെ ഇബാദത്തിനെ, നമ്മൾക്ക് സാധാരണഗതിയിൽ 1 പേജ് 2 പേജ് അല്ലെങ്കിൽ 3 പേജൊക്കെ ഓതുമ്പോൾ ഒന്നുകൂടി കൂട്ടി, അങ്ങനെ ഓരോ ദൈനംദിനമായിട്ട് നമ്മൾ ഇതിലേക്കുള്ള ഒരു ചേഞ്ചും മാറ്റവും വരുത്താനുള്ള ശ്രമത്തിലേക്ക് മുന്നേറാനുള്ള ഒരു രീതി സ്വീകരിക്കാൻ ഞാൻ എളിയമായ ഒരു അപേക്ഷ നടത്തുന്നു. എന്നോടും നമ്മളുടെ കൂട്ടായിട്ട് എല്ലാവരോടും. അള്ളാഹു നമുക്ക് ആ ഒരു വഴിയിൽ ചിന്തിച്ചുകൊണ്ട് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ ഈ മസ്അല ഗ്രൂപ്പ് ഒരു ചേഞ്ചിന്റെ ഗ്രൂപ്പും കൂടിയായിട്ട് നമുക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് അതിന്റെ വഴി വേണ്ടത്. നമുക്ക് നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യണം. നമ്മൾ ആഖിറത്തിലേക്കുള്ള വഴിയിലേക്ക് ചെല്ലണം. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറയാണല്ലോ. ആഖിറം എന്ന് പറയുന്നത് ദുന്യാവ് ആഖിറത്തിലേക്കുള്ളൊരു കൃഷിയിടമാണ്. അപ്പോൾ ഈ കൃഷിയിടത്തിൽ നമ്മൾ എന്താക്കണം, വിളവുണ്ടാക്കിയിട്ട് നല്ലോണം കൊയ്തെടുക്കണം. അപ്പൊ അതിനുള്ള ഒരു സംരംഭമായി ഇതിനെ നമ്മൾ മാറ്റിയെടുക്കണം. കാരണം ഇതിൽ മറ്റുള്ള റിയാകളൊന്നും വരാൻ പറ്റാത്ത ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബ് നമ്മിൽ കബൂലുമാക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചു, ഈ പറഞ്ഞ മദ്ഹബി എന്ന് പറയുന്നത് പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായതാണോ, അത് ശേഷം വന്ന ഏതോ ചില രീതിയിൽ അത് ഉണ്ടാക്കി വെച്ചതാണോ എന്ന് ഒരു ചിലപ്പോഴൊക്കെ നമ്മളെ തോണ്ടിക്കൊണ്ടുള്ള ചില സംശയാദികളും ആളുകളൊക്കെ വരാറുണ്ട്. അവര് അഭ്യസ്തവിദ്യരാണെന്ന് മാനിക്കുകയും എന്നാൽ അനഭ്യസ്തവിദ്യരാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ചോദ്യമാണത്. ആ ചോദ്യം തന്നെ ഞാൻ അനഭ്യസ്തവിദ്യരാണെന്നാണ്, പക്ഷെ ഭാവത്തിൽ അഭ്യസ്തവിദ്യരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്നുകൂടി അതിൽ സാന്ദർഭികമായി മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 മദ്ഹബുകൾ ഇപ്പോൾ നമ്മൾ മനസ്സിലായി, അതെങ്ങനെയാണ് വന്നത് എന്നാണ് അതിന്റെ അവസ്ഥ എന്നൊക്കെ മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുന്ന് കൽപ്പിച്ച തീർപ്പുകളും വിധിന്യായങ്ങളും ആധാരമാക്കിയും കൊണ്ടാണല്ലോ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് മുസ്ലിം സാമ്രാജ്യത്തിന്റെ
നിയമസംഹിതകൾ രൂപപ്പെട്ടതെന്നു മനസ്സിലാക്കാൻ വലിയ ബുദ്ധി നമുക്കാർക്കും വേണ്ടതില്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമാണ്. ഈ 4 മദ്ഹബുകൾക്കിടയിൽ അല്പസ്വല്പ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, വലിയ വ്യത്യാസമായിട്ടില്ല. അഖീദയിൽ വ്യത്യാസമില്ല, ഫറായിദിൽ വ്യത്യാസമില്ല, സക്കാത്തിന്റെ ഭാഗത്ത് വ്യത്യാസം കാണുന്നില്ല. ചെറിയ എവിടെയോ ഖരീബായ ചില മസ്അലകളിലേ ഉള്ളൂ, അല്ലാത്തടത്തൊന്നും വ്യത്യാസങ്ങളില്ല. ഈ കാണുന്ന നമ്മളെ വുളു, അതുപോലെ തന്നെ കുളി, അതിലൊന്നും പിന്നെ വുളു, കുളി പോലുള്ള അതുപോലുള്ള ഫുറുഇയാത്തായ വിഷയങ്ങളിലാണ് ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നത്. നിസ്കാരത്തിന്റെ ഫർദുകളൊക്കെ എണ്ണപ്പെട്ട അവിടേക്കുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ മാത്രമാണ്. ഒരു നിയമ ഖണ്ഡികയെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു നിയമ ഖണ്ഡിക നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഖണ്ഡികയെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ക്രമത്തിൽ മാത്രമാണ് ആ ഭിന്നതകൾ എന്ന് നാം ഗ്രഹിച്ച് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു നിയമം കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ജഡ്ജിമാർ കൂടിയിട്ട് അതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ജഡ്ജിമാരെ മുഴുവനും നമ്മൾ സ്വീകരിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഇടയിൽ ചിലപ്പോൾ എന്താക്കും, ചെറിയ തോതിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം എന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലയാണ്. അപ്പൊ ലോകത്തിന്റെ നിവാമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. അള്ളാഹു അസീസുൻ ഹക്കീമാണ്. അപ്പൊ ആ നിവാമ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ വ്യവസ്ഥകൾ ഇവിടെ വേണം എന്നതിന്റെ തീരുമാനമെടുക്കുന്നത് ആരെ? അള്ളാഹു തന്നെയാണ്. അതുകൊണ്ടാണ് എന്ന ആയത്ത് നമ്മൾ പഠിപ്പിച്ചതും. വളരെ വ്യക്തമായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം. അതിൽ നമ്മൾ വളരെ ഡീപ്പായി ചിന്തിക്കാതെ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ത്വരിപ്പുറത്തു കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അപഹരിക്കുകയും നമ്മുടെ ഇബാദത്തിൽ ചിലപ്പോൾ ഭംഗം വരാനും സാധ്യത ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗൗരവമുണ്ട് എന്ന് അറിയിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാർക്കിടയിൽ ഉണ്ടാവാം എന്നത് നമ്മുടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മുടെ വർത്തമാന സംഭവങ്ങളിലൂടെ നടക്കുന്നതാണെങ്കിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ വന്നപ്പോൾ അതിന് പ്രവാചകൻ എങ്ങനെയാണ് സ്വഹാബത്തിന് മാതൃക കാണിച്ചു കൊടുത്തത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഭിന്നതകൾ ആശ്വാസ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രേഖയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1-2 ചെറിയ ഉദാഹരണങ്ങൾ ചുരുക്കി ഞാൻ പറയാം. ഖന്തക്ക് യുദ്ധം കഴിഞ്ഞയുടനെ മുസ്ലിം പോരാളികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായല്ലോ, നിങ്ങൾ ആരും ബനി ഖുറൈളയിൽ വെച്ചല്ലാതെ അസർ നിസ്കരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ നബിവചനത്തെ സ്വഹാബത്ത് 2 വിധത്തിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി. ഒരുപക്ഷം താമസിയാതെ ബനു ഖുറൈളയിൽ ചെന്നെത്തണമെന്ന ഇതിനർത്ഥമുള്ളൂവെന്ന് പറഞ്ഞു. താമസിയാതെ പെട്ടെന്ന് ബനു ഖുറൈളയിൽ എത്തണമെന്നാണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് പറഞ്ഞു. വഴിയിൽ കുതിരപ്പുറത്ത് വെച്ച് അവർ അസർ നിസ്കരിക്കുകയുണ്ടായി. അവരെന്ത് ചെയ്തു? അസർ നിസ്കാരം വഴിയിൽ വെച്ചിട്ട് കുതിരപ്പുറത്ത് വെച്ചിട്ട് അവർ നിസ്കരിച്ചു. മറ്റൊരു വിഭാഗം ഈ വാക്യത്തിന്റെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കാതെ ബനൂ ഖുറൈളയുടെ പ്രദേശത്ത് ചെന്നെത്തുകയും ചെയ്തു. ഈ 2 വ്യാഖ്യാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും അത് ശരിവെക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. നോക്കൂ, അപ്പോ ഒരു വിഭാഗം സഹാബത്ത് എന്ത് ചെയ്തു? ഇതിന്റെ ഉദ്ദേശം ബനൂ ഖുറൈളയിൽ പെട്ടെന്ന് എത്തണം എന്നാണ്. അതുകൊണ്ട് വഴി നിസ്കരിക്കുന്നതിന് പ്രശ്നമില്ല, അങ്ങനെ അവർ വഴി നിസ്കരിച്ചു. ഒരു വിഭാഗം എന്ത് മനസ്സിലാക്കി? വഴി നിസ്കരിക്കുന്നത് അല്ല ഉത്തമം, പ്രവാചകന് പറഞ്ഞ ബനൂ ഖുറൈള അല്ല, അപ്പൊ അവിടേക്ക് എത്തിയിട്ടാണ് നിസ്കാരം. അങ്ങനെ 2 കൂട്ടരും പ്രവാചകന്റെ അരികിൽ ചെന്ന് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ പ്രവാചകന് പറഞ്ഞ 2 സഹിയാണ്. നോക്കൂ, അപ്പൊ മദ്ഹബ് എവിടെ നിന്നുണ്ടായി? ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായതാണോ? ഒരിക്കലുമല്ല. വളരെ സഹിഹായ ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണുന്നത്. അപ്പൊ പ്രവാചകൻ തന്നെ അതിന് അംഗീകാരം കൊടുത്തു. അപ്പൊ അന്ന് തന്നെ അതിന് മുൻഗണന കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പൊ അതിൽ നിന്നാണ് പിൻതലമുറ വന്നപ്പോൾ അതിന് ശക്തരും യുക്തരും കഴിവുറ്റവരുമായ ഖുർആൻ ഹദീസൊക്കെ മനഃപ്പാടമുള്ള ലക്ഷക്കണക്കിന് ഹദീസുകളെ സന്ദർഭത്തിന് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായ മദ്ഹബിന്റെ ഇമാമുകൾ ആ രംഗത്ത് മുൻസീറ്റിൽ വന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നല്ലാതെ ഏതോ 8-9 വർഷം പഠിച്ചതിന് ശേഷം ഞാനൊരു മദ്ഹബിന്റെ ഇതിനും പിൻപറ്റാനില്ല എന്ന് പറഞ്ഞു പോകുന്നവനെ കുറ്റം മൗഢ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒന്ന് തിരിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിച്ചാൽ അതിനെ തിരിച്ചു പറയാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത് ഏതെങ്കിലും ഒരു 10 ഹദീസ് നേരെ സനദമുഖത്തിനും വായിച്ചു കളിപ്പിക്കാനും കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഈ അവകാശവാദം കൊണ്ട് വരുന്നത്? വളരെ അപകടകരമായ അഭിപ്രായങ്ങളാണ് ഈ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വലാലയത്തിന്റെ ഭാഷങ്ങളിൽ നമ്മൾ ആരും വീണു പോകരുത് എന്ന് സാന്ദർഭികമായി ഇതിൽ ഉണർത്തുകയാണ്. പറഞ്ഞ ഈ സംഭവം സഹീഹുൽ ബുഖാരി പൂർണ്ണമായിട്ടും അതിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇതിൽ നിന്ന് ഒരു സംഭവത്തിൽ സാധ്യമായ വ്യാഖ്യാനങ്ങൾ നൽകുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിവെച്ച കാര്യമാണെന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണല്ലോ എന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്നാണ്. ഇനിയും മറ്റൊരു സംഭവം ചെറിയ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സംഭവം നമ്മൾ ഒരുപാട് സംഭവങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തോട് നീ എന്തുകൊണ്ട് വിധിക്കുമെന്ന് ചോദിക്കുകയുണ്ടായല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് പറഞ്ഞേക്കുന്ന സമയത്ത് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അടപ്പെട്ട് വിധിക്കുക? അപ്പോൾ പറഞ്ഞു, ഞാൻ ഖുർആനും സുന്നത്ത് കൊണ്ട് വിധിക്കും. അത് രണ്ടിലും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇജ്തിഹാദ് ചെയ്ത് വിധി കൽപ്പിക്കുമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്ന സത്യം നമ്മളെ എല്ലാ വിധേനയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാണ്. നോക്കൂ, അപ്പൊ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞയച്ചപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി എന്താ പറഞ്ഞത്? ഞാൻ ഖുർആനും ഹദീസും വിധിക്കും, പിന്നെ ഞാൻ ഇജ്തിഹാദ് ചെയ്യും. നോക്കൂ, അപ്പൊ ആ ഇജ്തിഹാദിന്റെ വഴി തന്നെയാണ് മദ്ഹബ് എന്ന് മനസ്സിലായല്ലോ. പറയുണ്ടായി, ഈ സംഭവവും സഹീഹായ ഹദീസിൽപ്പെട്ട സംഗതിയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു പരമാർത്ഥമുണ്ട്. അതായത് ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്ക് അനുയോജ്യമായ നിലയിൽ സാധ്യമായ വ്യാഖ്യാനങ്ങൾ അർഹരായ ആളുകൾ നൽകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിവെച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് അതിന്റെ സത്യം. ഈ വ്യാഖ്യാനങ്ങളിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരുന്നതും അനുവദിച്ച കാര്യമാണെന്ന് നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് മദ്ഹബുകളുടെ ഉത്ഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണെന്നും അത് അള്ളാഹുവും റസൂലും അനുവദിച്ച കാര്യങ്ങളിൽ പെട്ടതാണെന്നും ഗ്രഹിക്കാൻ നമുക്ക് ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് 4 മദ്ഹബുകളുടെ ഇമാമുകൾ അല്പസ്വല്പ വ്യത്യാസങ്ങളോടെ രേഖപ്പെടുത്തിയ കർമ്മശാസ്ത്ര കിതാബുകളുടെ ആകത്തുകയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. ഇൻഷാ അല്ലാഹ് ലേശം കൂടി ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇപ്പോ ഇതിൽ വന്നല്ലോ, പിന്നെ തൊട്ടാല് വുളു മുറിയുന്നു, തൊട്ടാ വുളു മുറിലാന്നും, അതൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് സ്പർശിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞതിനെയും കേൾക്കുന്നതിനെയും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുക്കളും ആക്കി തെരുമാറാവട്ടെ. അതുപോലെ ഇതിൽ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അതിന് തീരുമാനമെടുത്തവരുണ്ട്. അവരുടെയൊക്കെ ദാമ്പത്യ ജീവിതം അള്ളാഹു വളരെ റാഹത്തിനും സന്തോഷത്തിനും ഐക്യത്തിനും സ്നേഹത്തിനും ആക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പിന്നെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന യുവാക്കളും ഇതിലുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അനുയോജ്യരായ നല്ല പിണകളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ചിലപ്പോൾ ഇതിൽ കെട്ടിക്കാൻ പ്രായമായ ആളുകളുടെ രക്ഷിതാക്കളുണ്ടായിരിക്കാം. അവർക്കൊക്കെ അവരുടെ മക്കൾക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാർ വരാൻ വേണ്ടിയിട്ട് അവർക്കുള്ള വഴികളൊക്കെ പടച്ച റബ്ബ് ഒരുക്കി കൊടുക്കട്ടെ എന്നും പ്രത്യേകം ദുആ ചെയ്യുന്നു. കാരണം പിഎമ്മിലൊക്കെ വന്ന് പലവരും പല ദുആ വസിയത്ത് ചെയ്തത് കൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ സദുദ്ധമങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ എന്ന ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹമൻ വഅഖലൻ വദബൻ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. നമ്മൾ മദ്ഹബിനെ കുറിച്ച് കുറഞ്ഞ രീതിയിൽ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. അതും കൂടി സംസാരിച്ചാൽ നമുക്ക് ഏകദേശം മദ്ഹബിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് പിടുത്തം കിട്ടും ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ച വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾ മാത്രമല്ലല്ലോ, മേൽപ്പറഞ്ഞ ഇമാമുകൾ അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ളവർക്ക് മാത്രമേ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചതിന്റെ അർത്ഥം അതാണ്. കാരണം 5 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമുള്ള ഒരാൾക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ പറ്റി അഭിപ്രായം പറയാമോ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു. അവർ മൗനം ദീക്ഷിക്കാനുണ്ടായത്, ഒന്നും പറഞ്ഞില്ല, മറുപടി കൊടുത്തില്ല.
ഈ സംഭവം ഇബ്നുൽ ഖയ്യിം തന്റെ ഇഅ്ലാമുൽ മുഖയ്യിൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ സംഭവം. അപ്പോ ലക്ഷക്കണക്കിന് പറയപ്പെടുന്ന ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വെറും സഹീഹിലുള്ള ഹദീസുകൾ മാത്രമാണെന്ന് നാം ധരിക്കരുത്. അവിടെയാണ് നമുക്ക് ചിലപ്പോൾ തെറ്റ് പറ്റാറുള്ളത്. മറിച്ച് ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് നടന്ന സംഭവങ്ങളും വിധികളും വിധിന്യായങ്ങളും കൂടിയാണ് അവ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളേണ്ടതാണ്. അവിടെയും കൂടി ഒന്ന് മനസ്സിലാക്കണം. അതായത് ശേഷം വന്ന ഖുലഫാഉർ റാഷിദുകളാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അവരുടെ കാലത്ത് നടന്ന വിധിന്യായങ്ങളും ഒക്കെയും അവലംബമാക്കി അതൊക്കെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് ദീർഘവീക്ഷണം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഈ മദ്ഹബിന്റെ ഇമാമുകൾ മസ്അല നമുക്ക് പറഞ്ഞു തന്നത് എന്നർത്ഥം. അപ്പൊ മേൽപ്രകാരം 4 മദ്ഹബുകൾ നിലവിൽ വരികയും ലക്ഷക്കണക്കിന് അവരുടെ അനുയായികൾ അവർക്ക് പ്രചാരം നൽകുകയും ചെയ്തതോടുകൂടി ഇസ്ലാമിക ശരീഅത്ത് ശരിയായ രൂപത്തിൽ ക്രമീകരിക്കപ്പെടുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ സംഭവിച്ചതിനു ശേഷം 4 മദ്ഹബുകൾക്ക് പുറത്തുണ്ടായിരുന്ന അഭിപ്രായങ്ങൾ എല്ലാവരും തന്നെ ഈ 4 മദ്ഹബുകളിൽ ലയിച്ചു ചേരുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായത്. അതിനാലാണ് അവർ രേഖപ്പെടുത്തപ്പെടാതെ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ കർമ്മശാസ്ത്രം 4 മദ്ഹബുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന്, മദ്ഹബുകളുടെ ഉത്ഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ ഉള്ളതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ളതാണെന്നും സ്പഷ്ടമായി നമുക്ക് മനസ്സിലായി. നമ്മൾ ഇത് പറഞ്ഞതിൽ നിന്നൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഇതുകൊണ്ടാണ് പിൽക്കാലത്തുള്ള ഇമാമുകൾ പറഞ്ഞു 4 മദ്ഹബ് വിട്ട് പുറത്തു പോകുന്നവർ വാലും മുതലും ആണെന്ന് തീരുമാനിച്ചതും ഇതുകൊണ്ടാണ്. അവരതാണ് അങ്ങനെ പറയാനുള്ള കാരണവും അതാണ്. നാം ഇതുവരെയും ഇപ്പോൾ സംസാരിച്ചതും ഇതുവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ സത്യങ്ങളും ഒക്കെ തഫ്സീർ സാവി അതിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിലെടുത്ത് വിശദീകരിച്ച ഇമാമിന്റെ അഭിപ്രായങ്ങളാണ് എന്നും കൂടി അറിയിക്കുന്നു. പിന്നെ ഇതില് ചിലപ്പോൾ നമ്മൾക്ക് തോന്നുന്നുണ്ട്, അതായത് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമെന്ന് ഷാഫി മദ്ഹബ്, തൊട്ടാൽ വുളു മുറിയില്ല എന്ന ഹനഫി മദ്ഹബ്. ഇവിടെയൊക്കെ മനസ്സിലാക്കാനുള്ളത്, അതായത് ഹനഫി മദ്ഹബില് വുളു ചെയ്തതിനു ശേഷം ഭാര്യയെ പോയി തൊട്ടേ പറ്റൂ എന്നൊന്നും അങ്ങനെ അർത്ഥമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ കാരണം കൊണ്ട് വുളു മുറിയുകയില്ല എന്ന് അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനം അവര് പറഞ്ഞത് അവിടെ ശഹ്വത്ത് ഇല്ലാതിരിക്കുക എന്ന ഒരു കണ്ടുപിടുത്തമാണ്. അതേ സമയത്ത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയും അനുയായികളുടെ അഭിപ്രായത്തിൽ അത് വന്നിട്ടുണ്ട് എങ്കിലും ഭാര്യ ഭർത്തൃ എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന ഏതൊരവസ്ഥയിലാണെങ്കിലും ശഹ്വത്ത് വരാൻ ഏറ്റവും കൂടുതൽ കാരണമാകും എന്നതുകൊണ്ട് സൂക്ഷ്മത പാലിച്ചിട്ടാണ് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് നിലവിൽ വരുന്നത് എന്നർത്ഥം. പിന്നെ പ്രവാചകൻ ഖബ്ബല എന്ന് പറഞ്ഞ ഹദീസ് എടുത്തുങ്ങാണ്ട് കൊടിയും പിടിച്ചിട്ട് ചില ആൾക്കാർ വരാറുണ്ട്. വാസ്തവത്തിൽ പ്രവാചകൻ ഉറങ്ങിയാലും എണീറ്റ് നിസ്കരിക്കാറുണ്ട്. അവർ നമ്മുടെ ഉറക്കവും പ്രവാചകന്റെ ഉറക്കവും ഒരുപോലെയല്ലല്ലോ. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ അതിലൊക്കെ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നതോടൊപ്പം തന്നെ പ്രവാചകൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പ്രവർത്തിക്കാനുള്ള വഴിയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നും പ്രവാചകൻ ഖുലഫാഉർ റാഷിദുകളോട് പറഞ്ഞ കാര്യങ്ങളും ഖുലഫാഉർ റാഷിദുകൾ നമുക്ക് കാണിച്ചെന്ന കാര്യങ്ങളും നമുക്ക് ലക്ഷ്യമാണ് എന്നും പ്രവാചകൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടും ഉണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അപ്പോ അതില് ചില ഖുർആനിക ആയത്തുകൾ എടുത്ത് വിശദീകരിക്കപ്പെട്ടപ്പോൾ അവരിൽ വന്ന ചില ഇഖ്തിലാഫാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. ഔലാ മസ്തുമിൻ നിസാ എന്ന് പറഞ്ഞപ്പോ ആ ലംസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് എന്ന് ഹനഫി ഇമാം പറഞ്ഞത് എന്താ? ലംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുബാഷറ, അതായത് ജിമാഅ്, സംയോഗം എന്നതാണ്. ഇമാം ഷാഫി കണ്ടുപിടിച്ച ലംസ് എന്ന് പറഞ്ഞാൽ അതതിന്റെ വ്യക്തമായിട്ടുള്ള തൊടല് തന്നെയാണ് എന്ന അർത്ഥം അവരും കണ്ടുപിടിച്ചു. അപ്പൊ അവർ ഇജ്തിഹാദിന്റെ വഴിയിൽ പോയതാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. അത് രണ്ടും സഹീഹാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. അപ്പോ നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു ഇമാമ് നിൽക്കുമ്പോൾ ആ ഇമാമ ആര് എന്ത് എന്ന് അന്വേഷിച്ച് നിൽക്കണമെന്ന് ഒരു മദ്ഹബിലും ഇല്ലതാണ്. നമ്മളൊരു വഴിയിൽ പോകുന്നു,
ഒരു പള്ളിയിൽ കയറുന്നു, ഇമാമിനെ കാണുന്നു, നിസ്കരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ചുറ്റിക്കുത്തി അയാളുടെ മദ്ഹബ് ഏതാണ്, അയാൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയെന്നുള്ള ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്കങ്ങനെ തുടരാൻ പറ്റും എന്ന് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. പിന്നെ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ മദ്ഹബിലാണ് എന്നറിയുമ്പോ അവിടെ ചെയ്യാനുള്ള കാര്യം ഒന്നുകിൽ ദീർഘകാലം അങ്ങനെ ഒരു ഇമാമിന്റെ കീഴിൽ പോകണമെങ്കിൽ ആ മദ്ഹബുമായിട്ട് പഠിച്ച് അതിലുള്ള ഒരു അറിവുണ്ടാക്കിയെടുത്തിട്ട് അതിന്റെ കൂടെ അത് അനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അത് അതിൻ്റെതായ ഒരു വഴി. പിന്നെ എന്ന് വെച്ചാല് ഇമാമുകൾ ആരാണെങ്കിലും ഏത് മദ്ഹബിന്റെ ഇമാമാകണമെങ്കിലും ആ ഇമാമിന് ഒരു ബാധ്യതയുണ്ട്. അതായത് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ എന്റെ മദ്ഹബിനോട് യോജിച്ചവരാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് അവരെയും കൂടി മുറാഅത്ത് ചെയ്തിട്ട് എന്ന് പറയും, അവരെയും കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇമാമ് നിൽക്കേണ്ടത് എന്ന്. യഥാർത്ഥത്തിൽ ഇപ്പൊ കുനൂത്തൊന്നും ഓതാത്തവരാണ് മദ്ഹബാണെങ്കിൽ അവരതിന്റെ ടൈം കൊടുത്തുകൊണ്ടായിരിക്കണം കൂടുതൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇമാമികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഏതെങ്കിലും വഴിയിലോ മറ്റോ പോകുന്ന സമയത്ത് ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ചെങ്കിൽ പിന്നെ നിസ്കാരം കണ്ട അയാൾ ആരായിരുന്നു എന്തായിരുന്നു അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഹദീസ് ഒരുപാട് ദലീലുകളുണ്ട്. ഇബ്നു ഉമർ അതിനെ കുറിച്ചൊക്കെ വന്ന ഹദീസുകൾ നമുക്ക് അതിന് ലക്ഷ്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ പിന്നെ ഈ പറഞ്ഞ ഇഖ്തിലാഫുകൾ വന്നത് ഇവര് ഇങ്ങനെയുള്ള ഹദീസുകളിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും പിന്നെ അവരുടെ ജിത്തിഹാദിന്റെ വഴികളിലും ഒക്കെ പോയാൽ. ഇപ്പൊ ഏകദേശം നമുക്ക് എന്തായി മദ്ഹബിന്റെ ആ ഒരു രീതി എന്താണെന്ന് മനസ്സിലായി കാണും. പിന്നെ ഇതില് ചിലവര് പിന്നെ പെണ്ണിനെ തൊട്ടാൽ മുറിയില്ല ഇങ്ങനെയൊക്കെയുള്ള കൊണ്ടുവരുന്നതിൽ അങ്ങനെ ഒരു വലിയ അർത്ഥം കാണുന്നില്ല. കാരണം അങ്ങനെ തൊട്ടുകൊണ്ടല്ല ഹനഫി മദ്ഹബുകാർ വരല്. അങ്ങനെ യാദൃശ്ചികം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെടുക്കൽ വിടില്ല എന്നുള്ളൂ. അപ്പൊ ശരി ഇമാമ് പിന്നെ ഹനഫി മദ്ഹബ് ഇമാമ് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ പെണ്ണുങ്ങളെ തൊട്ടിട്ടാ വന്നതെന്ന് അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളവിടെ തുടരുക, നമ്മൾ എത്തിക്കാതെ വെച്ചിട്ട് പോവുക, നിസ്കരിക്കാൻ പോവുക, അത്രയേ ഉള്ളൂ. അത് ചെയ്യാൻ മതി. പിന്നെ പ്രത്യക്ഷത്തില് നമുക്ക് ദീർഘകാലം നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്നു, അവിടുന്ന് നമ്മളെ ഇമാം ഇങ്ങനെ തന്നെയാണ്, അപ്പൊ നമ്മൾ ഷാഫിയുമാണ്. അതില് പ്രത്യക്ഷമായിട്ട് നമ്മുടെ മദ്ഹബിലുള്ള ഇപ്പൊ എഴുത്തിദാല് അവർക്ക് ഫറളില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എഴുത്തിദാല് ഫറളില്ല എന്ന് പറഞ്ഞാലും ഹനഫി മദ്ഹബില് മുഹമ്മദ് എന്നവര് യൂസുഫ് എന്നവരുണ്ട്. അവർ രണ്ടാളുടെയും അഭിപ്രായത്തിലും വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. രണ്ട് ശിഷ്യന്മാരുണ്ട്. അപ്പോ അവര് എഴുത്തിദാല് തീരെ കൊണ്ടുവരണ്ട എന്നില്ല. അതായത് അവർക്ക് അവിടെ രണ്ടു പക്ഷമാണ്, വുജൂബാണ്, മുഅക്കദാണ്, ഇങ്ങനെയുള്ള രണ്ട് പക്ഷത്തിലാണ് അവർക്കുള്ളത്. അപ്പൊ അവരത് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് തുടരുന്നത് കുഴപ്പമില്ല. പക്ഷെ അത് കൊണ്ടുവരാതെ തന്നെ പോകുന്നു എങ്കിൽ അങ്ങനെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി അറിയുന്നെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുകിൽ ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തിട്ട് നമസ്കരിക്കുക. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ മദ്ഹബിലുള്ള ഏകദേശം ഒരു വുളു ആണെങ്കിൽ വുളുവിനെ കുറിച്ചുള്ള ചെറിയ ഒരു അറിവുണ്ടാവുക. അതുപോലെ തന്നെ പിന്നെ നിസ്കാരത്തെ കുറിച്ച് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുക, സന്ദർഭികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ മദ്ഹബുമായിട്ട് നിസ്കരിച്ച് പോകുന്നതിന് യാതൊരു തകരാറും ഇല്ലതാണ്. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതല്ലാത്ത രീതിയിൽ ചിന്തിക്കുമ്പോൾ ഓരോ ഇമാം, ഇപ്പൊ ഷാഫി മദ്ഹബിലെ ഇമാമാണ് ബാക്കിൽ നിൽക്കുന്നത്, പിന്നെ ഹനഫി മദ്ഹബിന്റെ അവരൊന്ന് മുറാത്ത് ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പൊ അതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ ഈ ഹനഫി മദ്ഹബിന്റെ ചെറിയൊരു ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം കൂടി നമുക്ക് ഇതിലൂടെ സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് കേട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു ആവശ്യം തോന്നുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെ നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതും ഒക്കെ ഒരു സാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ഇമാം മദ്ഹബിന്റെ ഇമാമുകളൊക്കെ വളരെ ആദരവപൂർവ്വം കാണാനുള്ള മനസ്സും ആ വഴിയിൽ സഞ്ചരിക്കാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും പടച്ചറബ് പൂർത്തീകരിച്ചു തരട്ടെ. ഈമാൻ സലാമത്തായി ലോകത്തോട് വിട പറയുന്ന യഥാർത്ഥ മുത്തഖീൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ദീനിനെ പഠിക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഈ നമ്മളിപ്പോ ഇതുപോലെ സംസാരിച്ചതൊക്കെ എല്ലാവരും ശേഖരിച്ച് ഒക്കെ ഒരു കുട്ടിക്ക് പിന്നെ ഒരുമിച്ച് വെക്കുക. അത് എപ്പോഴും നമുക്ക് ഉപകരിക്കുന്നതാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് അതുമായി ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അപ്പോൾ അതുമായിട്ട് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതുമായിട്ട് സംസാരിക്കാം. നമുക്കത് പിന്നെ അതുപോലെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള വഴികൾ ഉണ്ടാക്കാം. അതിന് പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ഖൈറിന്റെ വഴിയിലേക്ക് നമ്മൾ തിരിക്കുമാറാവട്ടെ. اللهم وجهنا الى الخير وجه الخير الينا يا ارحم الراحمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله تعالى وبركاته. الله اكبر. السلام عليكم ورحمه الله تعالى وبركاته. الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برضا الله. اما بعد.
رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمم بالخير والسعادة. നമ്മൾ മദ്ഹബിനെ കുറിച്ചൊരു ചർച്ച നടത്തി. ആധികാരികമായി മദ്ഹബ് വേണോ വേണ്ടേ എന്നത് മനസ്സിലാക്കാൻ സങ്കുചിതമല്ലാതെ വിശാലമായി ചിന്തിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു രേഖ പിടുത്തം കിട്ടും എന്നത് ഉറപ്പാണ്. അതിനുള്ള വിഷയങ്ങൾ ഖുർആനികമായ ആയത്ത് ഓതിയിട്ടാണ് ഞാൻ ആദ്യം അത് വിശദീകരിച്ചത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന ആയത്തിന് വിശദീകരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് മദ്ഹബിന്റെ ഇമാമികളും മുഴുവനും മദ്ഹബ് തഖ്ലീദ് ചെയ്യണം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ എടുത്തുദ്ധരിക്കുന്ന ആയത്തും അതിന്റെ ദലീലുകളും ഒക്കെ അതിലാണ്. രണ്ടാമത് വലനഹദിയന്നഹും സുബുലന എന്ന് പറഞ്ഞ ആയത്ത് ഞാൻ പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കണം, മദ്ഹബ് എന്ന് പറയുന്നത് ഇപ്പോ അതില് ഇഅ്തിഖാദിയായ വിഷയത്തിൽ എവിടെയും പല അഭിപ്രായങ്ങളില്ല. ഹനഫി മദ്ഹബുകാരാണെങ്കിലും ഷാഫി മദ്ഹബുകാരാണെങ്കിലും ഒക്കെ എടുക്കുന്നത് അബുൽ ഹസൻ അൽ അശ്അരി, അബ മൻസൂർ അൽ മാതുരിദി എന്നിവരുടെ ആ രണ്ട് ഇമാമുകളുടെ ത്വരീഖിനെ സ്വീകരിച്ചുകൊണ്ടുള്ള അഖീദയിലെ കാര്യങ്ങളാണ് നാം സ്വീകരിക്കുന്നത്. അവിടെ യാതൊരു വ്യത്യാസവുമില്ല. അവിടെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അപകടം ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ അവിടെ ഒന്നും വന്നിട്ടില്ല. പിന്നെ വരേണ്ടത് എവിടെയാണ്? ഫറായില്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫറായില് മസ്തര അനന്തരാവകാശത്തിന് അവിടെയും പല അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. അവിടെ വന്നാലും അഭിപ്രായം, കാരണം ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അവിടെയും എല്ലാ മദ്ഹബിന്റെ ഇമാമുകൾക്കും ഒരേ അഭിപ്രായമാണ്. പിന്നെ ഉള്ള അഭിപ്രായങ്ങൾ വന്നത് നിസ്കാരം പോലുള്ള കാര്യങ്ങളിലെ ഫുറൂഇയാത്തിൽ മാത്രമാണ്. അത് തന്നെ ഖൈറുൽ ഉമ്മ, ഇഖ്തിലാഫുൽ അഇമ്മ ഖൈറുൽ ഉമ്മ എന്നാണ്. അതായത് ആ ഇമാമികളുടെ അഭിപ്രായ വ്യത്യാസം ഉമ്മത്തിനിക്ക് ഖൈറാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഖൈറാണത്. ആ വശം എങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ദീന് എല്ലാവരും ഒന്നാ. ഇന്ന ദീൻ അല്ലാഹിൽ ഇസ്ലാം. ഇവിടെ ഒരു യഹൂദി മതമെന്നോ ക്രിസ്ത്യൻ മതമെന്നോ അതല്ലെങ്കിൽ മുസ്ലിം മതമെന്നോ ഇങ്ങനെ മതമല്ല, ഒക്കെ ഒരൊറ്റ മതം, ഇസ്ലാം മതം മാത്രമാണ്. ഈ ഇസ്ലാം മതം തന്നെയാണ് കഴിഞ്ഞു പോയ ലക്ഷോപിലക്ഷം വരുന്ന പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതും അന്ത്യ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തതും മതം ഇസ്ലാം ദീനാണ്. പക്ഷെ ആ പ്രവാചകന്മാരൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രാജ്യത്തേക്ക് വന്നവരായിരുന്നു എന്നതും അതുപോലെ അവരുടെ ശരീഅത്ത് എല്ലാം വ്യത്യസ്തമായിരുന്നു. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ശരീഅത്തിന്റെ കാര്യങ്ങളിൽ ഫുറൂഇയാത്തിലൊക്കെ വ്യത്യസ്തത ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ആലോചിക്കണം, ആ പ്രവാചകന്മാരുടെ അമലും ഇപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അമലും ഒക്കെ അള്ളാഹുലേക്ക് തന്നെയാണല്ലോ. അള്ളാഹ്ക്ക് നമ്മുടെ അമലിന്റെ ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ചിന്തിക്കാനും പാടില്ല. അള്ളാഹ്ക്ക് നമ്മുടെ അമലിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ അമലിനെയും പഠിച്ച അള്ളയാണ്. അപ്പൊ അള്ളാഹ്ക്ക് നമ്മുടെ അമൽ ചെയ്യണം എന്നതുകൊണ്ടോ ഒരു കമാലിയത്ത് കിട്ടുകയോ ഒരു കമാലിയത്ത് കുറയുകയോ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കണം, ഈ മദ്ഹബ് വരുന്നത് എന്തിനാണെന്നും ശരീഅത്തിൽ ഇങ്ങനെയുള്ള മറ്റുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശരീഅത്തിൽ വ്യത്യാസം വന്നതാണ്. അത് ആ കാലഘട്ടത്തിലുള്ള ആ ഉമ്മത്തിനുള്ള ഖൈറിന് വേണ്ടിയിട്ടാണ്. ഇത് അള്ളാഹിലേക്കല്ല. അങ്ങോട്ട് ചിന്തിക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് യുക്തിപരമായിട്ടുള്ളവരുടെ ചിന്തകൾ നമുക്ക് കടന്നുകൂടുന്നത്. ഒന്ന്. രണ്ടാമത് മദ്ഹബ് വേണ്ട എന്ന് പറയുന്നത് വളരെ മൗഢ്യമായ ഒരു അഭിപ്രായമായിട്ടേ വരികയുള്ളൂ. കാരണം അത് വിവരമില്ലാത്ത ആളുകൾ പറയുമ്പോൾ പിന്നെ അതാ ഭാഗത്തേക്ക് വിടാം. കുറച്ചെന്തെങ്കിലുമൊക്കെ പഠിച്ചവർ പറയുന്നത് കൊണ്ട് അവരുടെ എത്താത്തത് കൊണ്ടുമായി. അതുകൊണ്ടാണ് ആ മനസ്സിലാക്കാത്തത്. അതുകൊണ്ട് വരുന്ന പ്രശ്നമാണിത്. കാരണം ഇപ്പോ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യരാഷ്ട്രങ്ങളുടെയൊക്കെ പ്രസിഡന്റുമാരൊക്കെ എടുത്ത് കാണിക്കാൻ ചിലർ മുതിർന്നു വരും. പക്ഷെ വാസ്തവത്തിൽ അവിടെയല്ല സത്യം. നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന സത്യം എന്താണ്? അള്ളാഹു ഒന്ന് എന്ന് പറയാൻ കഴിയാത്ത ഒരുത്തൻ അവൻ ജാഹിലാണ്. മനസ്സിലാകേണ്ട വിഷയം മനസ്സിലാക്കണ്ടോ? അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ എവിടേക്കോ തന്നെ മുന്നൊക്കെ വന്നു. അപ്പൊ അവിടെ അങ്ങനെ ഉള്ള ഒരു ഇഅ്തിഖാദ് വന്നിട്ടില്ല എങ്കിൽ അവന്റെ ഒക്കെ സംബന്ധിച്ച് നമ്മൾ ജാഹിലിന്റെ പട്ടികയിലെപ്പെടുത്തുന്നത്. കാരണം ഒരു മനുഷ്യന് ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ചിന്തിച്ചെടുക്കേണ്ട ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധി ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കടന്ന് ചിന്തിക്കാൻ കഴിഞ്ഞത് കൊണ്ട് ശരീഅത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കപ്പെടുന്നത് വളരെ മൗഢ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ഇതൊക്കെ വല്ല യുക്തി ചിന്തകളെ കൊണ്ടോ മറ്റോ വരുന്നതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മള് വളരെ എടുത്തായിട്ട് പറയണ്ടേ, നമുക്ക് അഹ്ലുസുന്നത്തി ജമാഅത്തിനെ പറ്റി അങ്ങനെയൊക്കെ എടുത്ത് പറയണ്ടേ. ഞാൻ അങ്ങനെ സംശയിക്കൂല, ആരെയും സംശയിക്കൂല. ഞാൻ എല്ലാവരോടും ഇടപഴകുന്ന ആളാണ്. അതുപോലെ നിരീശ്വരവാദികളായ ആളുകൾ വരെ എന്റെ കൂടെ ഞാൻ കൂട്ടാലുണ്ട്. അത് കൂട്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം.
അതുപോലെ നമ്മളെ ഈ പേരിലൊക്കെ വരുന്ന മറ്റുള്ള എല്ലാവരോടൊപ്പം നിൽക്കാറുണ്ട്, അവരോട് സഹകരിച്ചുകൊണ്ട് നിൽക്കലുണ്ട്, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട്, നമ്മളിൽ നിന്ന് കഴിയുന്ന സത്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് ഞാൻ ഒരിക്കലും സംശയിക്കൂല. വളരെ ഹൈറാണ്. സംശയങ്ങളോട്ട് മുന്നോട്ട് വന്നോളി. തിരിയുന്നത് വരെ ചോദിക്കാം. എനിക്ക് ഇനിയും തിരിയിട്ടില്ല എന്ന് പറഞ്ഞാലും എനിക്കതൊരു വിഷയമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല, ചോദിക്കാം. അപ്പോ മദ്ഹബിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോ കഴിഞ്ഞുപോയ പ്രവാചകന്മാരില് ചില പ്രവാചകന്മാർ 100 കല്യാണം കഴിച്ചവരുണ്ടല്ലോ. അപ്പൊ ആ കല്യാണം കഴിച്ച ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അത് യുക്തിയല്ല, അത് പ്രവാചകന്മാർക്ക് കൊടുത്ത ചില പ്രത്യേകതകൾ ആ കാലഘട്ടത്തിൽ നിലനിന്നാണ്. എന്നമാതിരി കഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ നോമ്പുണ്ടായത് നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കുന്നു എന്നാണ് ഖുർആന്റെ പ്രഖ്യാപനം. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ നോമ്പ് നമ്മളെ നോമ്പ് ഒരേമാതിരിയാ? നോമ്പിൽ തന്നെ വ്യത്യാസം വന്നില്ലേ? ഇതിപ്പോ അവിടെ നിന്നില്ല, ഇതൊരു ഭാര്യനെ തൊട്ട് ഒന്നും മുറിയില്ല. ഇവിടെ ചെറിയൊരു വിഷയമാണിത്, അത് വലിയ വിഷയമല്ലേ? നോമ്പ് തന്നെ ഉണ്ടോ? മുൻകാലങ്ങളിൽ ഈ രാവും പകലും നോമ്പ് കൊടുക്കുന്ന കാലമുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴത്തെ കാലത്തോ അതില്ല. അപ്പൊ അവിടൊക്കെ അങ്ങോട്ട് വിശാലമായി ചിന്തിക്കണം, സങ്കുചിതമല്ല. ഇസ്ലാം ദീൻ തന്നെ വളരെ എളുപ്പമുള്ള, വളരെ യുസ്റുള്ള ഒരു മതമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെയും നമുക്ക് ഈ മദ്ഹബുകൾ വന്നതും നമ്മുടെ അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതും എന്തിനാണ്? നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. നമുക്കൊരു എളുപ്പം കിട്ടണം, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, ഞെരുക്കമുണ്ടാകാൻ പാടില്ല. ആ ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇഖ്തിലാഫുൽ അഇമ്മ ഖൈറുൽ ഉമ്മ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് മറ്റുള്ള മദ്ഹബിൽ ഏതോ ഒരു മദ്ഹബിനെ കുറിച്ച് സംസാരിച്ചു, വുളു മുറിയിലാണ്. അങ്ങനെ മറ്റ് മദ്ഹബിൽ ഭാര്യനെ തൊട്ട് വുളുണ്ടാക്കിയിട്ട് തൊടണം എന്ന് അവിടെ എവിടെയും വന്നിട്ടില്ല. അവിടെ അവരുടെ അഭിപ്രായം അങ്ങനെയല്ല. ഇതാ ഫുരുള അങ്ങനെ തൊട്ടിൽ നടന്നാൽ അവിടെ അവർക്ക് വുളുവിന് കോട്ടമില്ല എന്നാണ് അവരുടെ മസലുള്ളത്. അതുകൊണ്ട് ഹനഫി മദ്ഹബിലും അങ്ങനെ വുളു മുറിയില്ല എന്ന് പറഞ്ഞവർ ആരും തന്നെ വുളുണ്ടാക്കിയിട്ട് ഒരു വണ്ടി എടുത്തുകാണ്ട് ഭാര്യനെ പോയി തൊട്ടുകാണ്ട് വീണ്ടും തിരിച്ചു വന്നുകാണ്ട് നിസ്കരിച്ചാൽ നിൽക്കുന്ന കോലല്ല. അങ്ങനെ ചിന്തിക്കണ്ട, അതില്ല, അങ്ങനെയല്ല. അങ്ങനെ ലോഫറുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്നതാണ്. അതേ സമയത്ത് നമ്മളെ മദ്ഹബിലാണെങ്കിൽ അതിന്റെ ഇസ്തിബാത്ത് മുഖേനയുള്ള അഭിപ്രായം നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഷാഫി രേഖപ്പെടുത്തി തന്നത് നമുക്ക് വുളു മുറി എന്നുള്ളതാണ്. അതിന് അവർ തമ്മിലുള്ള ദലീലുകൾ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അത് രണ്ട് മദ്ഹബിലാണ്, അത് രണ്ട് ജിത്തിഹാദാണ്. ആ രണ്ട് ജിത്തിഹാദും ശരിയാണ്. അങ്ങനെ ജിത്തിഹാദ് ചെയ്യൽ അംഗീകരിക്കപ്പെടുന്നു എന്ന് അതെന്നവരെ യമനിലേക്ക് അയക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് രേഖാമൂലമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വുളു മുറിയുന്നില്ല എന്നുള്ള വിഷയത്തിൽ വല്ല ആശങ്ക വേണ്ട. പിന്നെ ഒരു ഇമാമിനോടുള്ള നിർദ്ദേശം എന്താണ്? അത് ഹനഫിയുടെ ഇമാമാണെങ്കിലും ഷാഫിയുടെ ഇമാമാണെങ്കിലും ഹംബലി ആണെങ്കിലും മാലിക്കാണെങ്കിലും ഇമാമ് നിൽക്കുന്ന ആള് മൗമൂമിനെ പരിഗണിക്കണമെന്നാണ്. മൗമൂമ് ചിലപ്പോൾ ബേക്കിൽ ആരുണ്ടാവും? ഷാഫി ഉണ്ടാവും, അല്ലെങ്കിൽ ഹംബലി ഉണ്ടാവും. അപ്പൊ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് നിൽക്കുന്ന ബാധ്യത ആർക്കുണ്ട്? ഇമാമിനുണ്ട്. ഇത് ഓരോ മദ്ഹബിലെ ഇമാമികളും പറഞ്ഞതാണ്, മനസ്സിലാക്കണം. അപ്പൊ അവരിലൊക്കെ ആ മൗമൂമിങ്ങളെ പരിഗണിച്ചുകൊണ്ട് ചെയ്യണേ എന്നാണ് അവർക്കുള്ള നിർദ്ദേശമുള്ളത്, ഇമാമികള്. ഇനി അങ്ങനെ പരിഗണിച്ചോ പരിഗണിക്കാതെയോ ഒരാളൊരു ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചാൽ അവന് നിസ്കാരം സ്വഹീഹാണ്. നമ്മളെ ഷാഫി മദ്ഹബിലും ഇനിയിപ്പോ ഞാൻ കിതാബ് ആണെങ്കിൽ മാലിക് മദ്ഹബ് കിതാബൊക്കെ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, അതിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അവിടെ ചോദിച്ചറിയാനും പറഞ്ഞിട്ടില്ല. ഹദീസിലും അങ്ങനെ തന്നെയാണ്. അയാൾ ഏതാണ്, എവിടെയാണ്, എന്താണെന്ന് ചോദിച്ചറിയാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞ് പോകാൻ മതിയുള്ളൂ. പിന്നെ സ്ഥിരമായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമാമ്, ആ ഇമാമ് നമ്മുടെ മദ്ഹബിൽ നിൽക്കുന്ന, നമ്മുടെ മദ്ഹബിനോട് ഘടകവിരുദ്ധമായ വിഷയങ്ങൾ കൊണ്ടുവരുന്നു എങ്കിൽ അവിടെ നമ്മളെ ഇഖ്തിദാ ശരിയാവില്ല എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാതെ നമ്മളൊരു യാത്രയിലോ മറ്റോ ഒക്കെ പോകുന്ന സമയത്തുള്ള തുടർച്ചയിൽ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. മാത്രമല്ല ഹജ്ജിന് പോകുന്ന സമയത്ത് നമുക്കത് ചെയ്യുന്നതിനും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഖൈറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇമാമിനോടുള്ള നിർദ്ദേശം എങ്ങനെയാണ്? ഓരോ ഇമാമികളും ചെയ്യുകയും വേണം. മാത്രമല്ല പരസ്പര ബഹുമാനം കാണിക്കണമെന്ന് പഠിപ്പിച്ച ആളാണ് നമ്മുടെ ഇമാം ഷാഫി. ഹനഫി ഇമാമിന്റെ മക്ബറ സന്ദർശിക്കാൻ വേണ്ടി സിയാറത്തിന് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് മഹാനായ ഷാഫി ഇമാം ഖുനൂത്ത് ഓതിയില്ല. അത് ഹനഫി ഇമാമിന്റെ ഇജ്തിഹാദിനെ ബഹുമാനിച്ചതാണ്, കണ്ടോ? അപ്പോ ആ ഒരു ഹൈസിയത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പരസ്പര ബഹുമാനവും സ്നേഹവും ഐക്യവും പ്രകടിപ്പിച്ചിട്ട് തന്നെ ഉള്ളൂ. ഇനി ഇതിന്റെ പേരിൽ ഒന്നും കൂടി വളരെ വശത്താക്കൂല. എവിടെയെങ്കിലും ഇത് മദ്ഹബുകളായി പോയിട്ട് മദ്ഹബ് തമ്മിൽ സംഘടനം ഉണ്ടായിരുന്ന ഈ കാലം വരെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയം വരെ ഉണ്ടായിട്ടില്ല. നമ്മള് ബുദ്ധിയില്ലാത്തതുകൊണ്ട് കുറെ സംഘടനകൾ ഉണ്ടാക്കുന്നതിന് നമ്മളാണ് അതിന്റെ കുറ്റക്കാര്. അവിടെയാണ് എന്റെ വിഷയം. ഏതെങ്കിലും മദ്ഹബിലുണ്ടോ? എവിടെയെങ്കിലും സ്റ്റേജ് കെട്ടിയിട്ട് ഇമാം ഷാഫിയാക്കളെ എന്നുകൊണ്ട് വയലുകൾ കൊടുക്കണോ, അല്ലെങ്കിൽ ഹംബലിയാക്കളെ എന്നുകൊണ്ട് വയലുണ്ടോ? അത് പറയില്ല. അതെന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ വന്നതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടതാണത്, പ്രവാചകൻ ഇഷ്ടപ്പെട്ടാണ്. എവിടെയെങ്കിലും കലഹമുണ്ടോ അവിടെ അള്ളാഹുവിന് തൃപ്തിയില്ല എന്ന ഹദീസാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കാം.
കലഹമുള്ളിടത്ത് അള്ളാഹുവിന് തൃപ്തിയില്ല എന്നാണ്. പിന്നെ ഈ എവിടെയെങ്കിലും അല്പ സ്വല്പമൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സ്ഥലം വരുമ്പോൾ അവിടെ എനിക്ക് വളരെ എളിമയോട് കൂടെ പറയാനുള്ളത്, നമ്മൾ മറുപടി പറയാൻ തുനിയരുത്. നമ്മൾ വളരെയധികം മനസ്സിലാക്കിയിട്ട്, അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റഫർ ചെയ്ത് കിതാബിൽ നിന്ന് കാര്യങ്ങൾ ശേഖരിച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നാം മറുപടിക്ക് തുനിയേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം രൂപം മനസ്സിലായിട്ടുണ്ട്, ഇനി എന്ത് സംശയമാണെങ്കിൽ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തരാം, പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് മാറാനേ പറ്റുള്ളൂ. മറുപടി പറയാൻ നിൽക്കരുത്. അത് അവിടെയാണ് എല്ലാവരും ഇപ്പം മറുപടി പറയാനും ഫത്വ കൊടുക്കാനും ഒരുങ്ങുന്ന ഒരു ചുറ്റുപാട് വന്നിരിക്കുക. അപ്പോഴാണ് ഈ പ്രശ്നം ഉദിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. അത് വളരെ അപകടത്തിലേക്കാണ് പോവുക. അപ്പോ ഒന്ന് ഞാൻ പറഞ്ഞു, ഇമാമികളുടെ നിർദ്ദേശം അങ്ങനെയാണ്. അപ്പൊ ആ നിർദ്ദേശം അനുസരിച്ചാണ് അവര് അമൽ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം വന്നത് ജക്കാത്തിന്റെ വിഷയമാണ്. ജക്കാത്തിൽ എവിടെയും ആധികാരികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും വ്യത്യാസമില്ല. ഒരു ആഭരണത്തിന്റെ ജക്കാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആഭരണത്തിന്റെ ജക്കാത്ത് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഷാഫി മദ്ഹബിൽ തന്നെ, ഷാഫി മദ്ഹബ് അതുപോലെ തന്നെ മാലിക്കി മദ്ഹബ് ഇവരൊക്കെ വലിയ ആഭരണം എത്രയായാലും വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അതിൽ വീണ്ടും പിന്നെ ഫുഖഹായില് രണ്ടാം അഭിപ്രായം മൂന്നാം അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ മറ്റുള്ള മദ്ഹബിനോട് യോജിച്ചതുമാണ്. അതെങ്ങനെ വന്നത്? അതായത് പരിധിയിൽ അപ്പുറമുള്ള ആഭരണമാണെങ്കിൽ അവർക്ക് അതിന് ഉണ്ട് എന്ന് പറഞ്ഞ രണ്ടാം അഭിപ്രായം നമ്മുടെ മദ്ഹബിലുണ്ട്, മാലിക്കി മദ്ഹബിലുണ്ട്. അപ്പൊ അവരും അത് അംഗീകരിച്ചിട്ടില്ല എന്ന് ഒറ്റവാക്കിൽ പറയേണ്ടതില്ല. അങ്ങനെ ഈ മദ്ഹബിൽ ഉറച്ചുകൊണ്ട് പോകുന്ന ഒരാൾ അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ മരണപ്പെട്ടു പോയാൽ ഓന് ചിരിക്കാലോ, ഓന് പേടിക്കേണ്ടതില്ല. കാരണം ഞാൻ ഈ ഒരു ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് പോയതാണ്. അതിന് കാരണം എന്താണ്? വസ്തുവാഹുലതിക്രി കുന്തുല്ലാത്ത മുൻ എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഞാൻ പിൻപറ്റിയ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ ചെയ്തുകൊണ്ട് ഒരു പേടിക്കണ്ട. മനസ്സിലായില്ലോ നിങ്ങൾ കാര്യം? പേടിക്കാതെ നമുക്ക് പോവാം. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ അപ്പോൾ അതിനും ബേജാറില്ല. അപ്പൊ നമുക്ക് ഗുണമല്ലേ കിട്ടിയേ? അപ്പൊ നമുക്ക് ഗുണമല്ലേ കിട്ടിയത്? നിങ്ങളെന്താ അങ്ങനെ ആലോചിക്കാത്തത്? അപ്പൊ നമുക്ക് ഗുണമാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ലഹദിയന്നഹും സുബുലന, അവിടെ എഴുത്തിക്കാതിലല്ല. എഴുത്തിക്കാതിൽ പല വഴി ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു ഒന്ന്, റസൂലുള്ള ഒന്ന്, ഈമാൻകാരി ഇസ്ലാം കാര്യത്തിൽ പല വഴികളില്ല. അപ്പൊ പിന്നെ വഴികൾ ഏതന്നെയാണ്? ആ വഴികൾ ഈ വഴികളാണ്. പിന്നെ ഏതുമല്ല മുൻകഴിഞ്ഞ കാലഘട്ടത്തിലുള്ള അമ്പിയാക്കളുടെ വഴിയല്ല പറയുന്നത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ നമ്മളോടാണല്ലോ ഖിതാബ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോടുള്ള വഴിയാണ്. ആ വഴി ഏതാണ്? ഈ വഴിയാണ്. അപ്പോഴും നമുക്ക് ബേജാറില്ല. അപ്പൊ അങ്ങനെ ഇഹ്തിയാത്ത് കാണിച്ചുകൊണ്ട് പരിധിയിൽ അപ്പുറമുള്ള ഒരു പവന്, അത് ഞാൻ മിനിഞ്ഞാന്ന് വിശദീകരിച്ചു. അതായത് 40 പവന് 50 പവനൊക്കെ ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ അവരുടെ രീതിയും അവരുടെ സമ്പന്നതയും അവരുടെ സ്റ്റേജും നോക്കിയിട്ട് അവർക്ക് ധരിക്കാൻ പറ്റുമായിരിക്കും. എത്രത്തോളം ഇപ്പൊ നമുക്ക് ഒരു സമ്പന്നനായ ഒരാളാണെങ്കിൽ അവൻ ധരിക്കേണ്ടുന്ന വസ്ത്രം കുറച്ച് മുന്തിയത് തന്നെയാണ്. അത് ശരിയാ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അവിടെ കീറി പറഞ്ഞൊരു വസ്ത്രം എടുത്തിട്ട് ആരെങ്കിലും പിരിവിന് വരും എഴുതിയിട്ട് ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ധരിക്കാം. അതേ സമയത്ത് വളരെ ഫക്കീറായ ഒരാൾ വലിയ കാശുള്ളൊരു അത് ധരിക്കാനും പറഞ്ഞിട്ടില്ല. കാരണം അതുപോലെ കിബറാണ്. ധരിക്കാതിരിക്കല് ആളുകളെ വഞ്ചിക്കലുമാണ്. ഇതൊക്കെയാണ് ശറഈന്റെ നിയമങ്ങൾ. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ കൊടുക്കാതെ ഒരാൾ പോയാൽ ഓന് നാളെ ആഖിറത്തിൽ ധൈര്യമായിട്ട് ചിരിക്കാം, ഓന് പ്രശ്നം വരുന്നില്ല. അപ്പൊ പ്രശ്നം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഗുണമല്ലേ ഇങ്ങനെ മദ്ഹബ് വന്നതുകൊണ്ട്? ഇനി കൊടുത്തു എന്ന് വെക്കാം. എന്നാലും കൊടുത്തത് ഇമാം ഷാഫി തങ്ങളുടെ രണ്ടാം അഭിപ്രായക്കാരുടെ പ്രകാരമാണെങ്കിൽ അതിനെ മാനിക്കുകയും മറ്റു മദ്ഹബിനെ മാനിക്കുകയും ചെയ്തു എന്നതും കൊണ്ടുള്ള ആ ഇഹ്തിറാമിന്റെ കൂലി നാളാഖിറത്തിൽ കിട്ടി. ഇനി അതല്ല കൊടുക്കണ്ട എന്ന് കൊടുക്കൽ നിർബന്ധമില്ല എന്നതിന്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഓന് വലിയൊരു സദഖ ചെയ്ത കൂലി കിട്ടി. അപ്പോഴും നഷ്ടം വന്നിട്ടില്ലല്ലോ. ചിന്തിക്കൂ. അപ്പൊ സക്കാത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്, ഒരാൾ അപചാരിതമായിട്ട് എപ്പോഴോ പൊതുണ്ടാക്കി പോരുന്ന സമയത്ത് ഭാര്യ എന്തോ സാധനം എന്തോ പഠിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞ സമയത്ത് കൈമ തൊട്ട് പോന്നു. വാസ്തവത്തില് അവിടെ ഒരു ഷഹ്വയോ മറ്റോ ഉണ്ടായിട്ട് തൊട്ടതുമല്ല. അപ്പൊ എല്ലാ മദ്ഹബിലും അവരുടെ ഗവേഷണം പോയത് അവിടെ വികാരത്തോട് കൂടെയാണോ വികാരത്തോട് അല്ലേ എന്നുള്ള ചർച്ചയാണ്. ഏതാണ്ട് മുത്തലക്കൻ നമ്മുടെ മദ്ഹബിൽ വുളു മുറി എന്നുള്ള മസ്തല തന്നെയാണ് ഷാഫി മദ്ഹബിൽ. അങ്ങനെ ഇവൻ വന്ന് നേരെ വന്ന് പള്ളിയിൽ വന്ന് ഇമാമിനൊപ്പം നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് പറിച്ചു, ഞാൻ അന്ന് പോന്നപ്പോൾ തൊട്ടിട്ടില്ലേ? ഒരു പേടിക്കണ്ട. നോക്ക്, വളരെ ചിന്തിക്കുക. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? നിസ്കരിച്ച ശരി തന്നെയാണ്. അപ്പൊ നിസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞ് ബേജാറായി വേർത്ത് ഉണ്ടാക്കണ്ട, ഓന് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അങ്ങനെ നിസ്കരിച്ചാൽ സഹീഹാവും എന്ന് പറഞ്ഞ ഒരു മദ്ഹബിന്റെ ഇമാം ഉണ്ടല്ലോ. അപ്പൊ അള്ളാന്റെ അടുക്കൽ അതാ കബൂലായി എന്ന് വെച്ച് ഒരു നിലാമിൽ വരുന്നതിൽ എപ്പോഴും മാറ്റം ചെയ്യാൻ പറ്റും എന്നർത്ഥമില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഒരു അപകട നിലയിലോ കുടുക്കത്തിലോ പെട്ട് കഴിഞ്ഞാൽ അവൻ ഇതനുസരിച്ച് പോയാൽ അവന് അള്ളാഹുവിന്റെ അടുക്കൽ അവന് കൂലി കിട്ടും. ബേജാറാവേണ്ടതില്ല. അപ്പൊ മനസ്സിലായി
മനസ്സിലായി ഈ മദ്ഹബുകളൊക്കെ വന്നത് ഇഖ്തിലാഫുല്ല ഇമ്മ ഖൈറുൽ ഉമ്മ നമുക്ക് ഉമ്മത്തിനാണ്. അതേ സമയത്ത് അങ്ങനെ തന്നെ ഉള്ളൂ, ഷാഫി മദ്ഹബ് തന്നെ ഉള്ളൂ. ഈ ഒരു അഭിപ്രായമാണെങ്കിൽ ഈ പാവത്തമ്മിനെ കുടുങ്ങിയില്ല, പടച്ചവനെ ബേജാറായില്ലേ, അന്ന് കഴിഞ്ഞ് നിസ്കാരം ഇനിയും അടക്കണം. പക്ഷെ ഇങ്ങനെ ഒരു അഭിപ്രായം ഇവിടെ ബാക്കി ഉള്ളത് കൊണ്ട് നമുക്ക് ബേജാറാവേണ്ടതില്ല, ഒരു സമാധാനം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ ഭാര്യനെ തൊട്ടുകൊണ്ട് ഷാഫി മദ്ഹബ് നിസ്കരിക്കാൻ പാടില്ല, വിഷയങ്ങൾക്ക് വൃത്തിക്കൊണ്ട് കാണുമല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് കൂടുതൽ ആശങ്കപ്പെടാനുള്ള ഒരു വിഷയവും അതിലില്ല, വളരെ വ്യക്തമായിട്ടുണ്ട്. എന്റെ കൈവശം മദ്ഹബ് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് എന്റെ വലിയ കെട്ടുള്ള ഒരു കിതാബിന്റെ കയ്യിലുണ്ട്, ഞാനത് മുഴുവനും റെഫർ ചെയ്തു. അതിലൊക്കെ ഇങ്ങനെയുള്ള ചെറിയ നൂലുകളുണ്ട്, ഇനിയും പറയുന്ന ഒരു കാണുന്നുണ്ട്. അത് ഞാൻ ഇതിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിനെ എതിർക്കപ്പെടുന്ന ആളുകള്. എന്നിട്ട് ആയത്ത് ഓതിട്ട് ലാസ്റ്റ് ഒരു പറഞ്ഞത് ആദ്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞു എതിരായിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇങ്ങനെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ അതിലൊക്കെ ഉള്ളത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ശരീഅത്തിലുള്ള പ്രവാചകന്മാരിലും അതിൽ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം വന്ന തലമുറയിലും വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ എഴുത്തിക്കാദിയായ വിഷയത്തിലില്ല, വളരെ അപകടം വരുന്ന ഫറായിലില്ല, സക്കാത്തിലില്ല. ഹുലിയന്റെ പിന്നെ സക്കാത്ത് സ്വർണത്തിന്റെയും വെള്ളിന്റെ കുറെ പോലെ പറഞ്ഞു. പക്ഷെ ആഭരണത്തിനുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച വന്നപ്പോൾ ഇങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങൾ വന്നത്. അതിലും മറ്റേ അഭിപ്രായത്തെ മാനിക്കുന്ന രീതി നമ്മുടെ മദ്ഹബിലും വന്നിട്ടുണ്ട്. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും അതുകൊണ്ട് ദോഷമില്ല. ഇനി കൊടുക്കാതെ ഒരാൾ പോയാൽ നാളെ ആഖിറത്തിൽ ബേജാറാവേണ്ടതുമില്ല. അങ്ങനെ ചിന്തിക്കപ്പെടുമ്പോൾ ഇത് നമുക്ക് ഖൈറാണ് എന്ന് ചിന്തിക്കുക എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് ഇതിൽ നിന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും അതിൽ കെട്ടിക്കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, നമുക്ക് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ കഴിഞ്ഞ ചില ആൻസറുകൾ ഞാൻ വിട്ടിട്ടുണ്ട്, അതിന്റെ റിപ്ലൈ ഇതിലൊന്നും കാണുന്നില്ല. ഇൻഷാ അല്ലാഹ് നോക്കായിട്ടായിരിക്കുന്നു മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.